മോർണിംഗ് സ്റ്റുഡൻസ്, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മ്യൂച്വൽ ഫണ്ടിലെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മ്യൂച്വൽ ഫണ്ട് ഏതൊക്കെയെന്നാണ് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് നോക്കാം. മ്യൂച്വൽ ഫണ്ടിനെ മെയിനായിട്ട് 3 തരത്തിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ സ്ട്രക്ചറിൻ്റെ ബേസിൽ, അനദർ വൺ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവിൻ്റെ ബേസിൽ, ആൻഡ് ദെൻ ലാസ്റ്റ് വൺ അതർ സ്കീം. ഇതിൽ സ്ട്രക്ചറിൻ്റെ ബേസിൽ വരുന്നത് ഓപ്പൺ എൻഡഡ് അതല്ലെങ്കിൽ ക്ലോസ് എൻഡഡ് സ്കീമാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ്സിൻ്റെ ബേസിൽ വരുന്നത് ഗ്രോത്ത്, ഇൻകം, ബാലൻസ്ഡ് ആൻഡ് മണി മാർക്കറ്റ് സ്കീമാണ്. ആൻഡ് അതർ ക്ലാസിഫിക്കേഷനിൽ വരുന്നത് ടാക്സ് സേവിങ് സ്കീം, ഇൻഡെക്സ് സ്കീം, അതേപോലെ തന്നെ സെക്ടർ സ്പെസിഫിക് സ്കീമാണ്. ഇതിൽ ഓരോന്നും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ വരുന്നത് ഓപ്പൺ എൻഡഡ് സ്കീം. ഓപ്പൺ എൻഡഡ് സ്കീം എന്ന് പറയുമ്പോൾ ദ സൈസ് ഓഫ് ദ ഫണ്ട് അതല്ലെങ്കിൽ ദ പ്രീപെയ്ഡ് ഓഫ് ദ ഫണ്ട് ഈസ് നോട്ട് പ്രീ ഡിറ്റർമിൻ. മുൻകൂട്ടി ഇതിലെ സൈസോ അതല്ലെങ്കിൽ അതിൻ്റെ പീരീഡോ ഡിറ്റർമിൻ ചെയ്യാത്തതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓപ്പൺ എൻഡഡ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. ഇവിടെ ഓപ്പൺ എൻഡഡ് ആണ്, ദാറ്റ് ഈസ് അവൈലബിൾ ഫോർ സബ്സ്ക്രിപ്ഷൻ ഓൾ ത്രൂ ദ ഇയർ. അതായത് ആ ത്രൂ ഇയർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റും. ദേ ഡു നോട്ട് ഹാവ് ഫിക്സഡ് മെച്യൂരിറ്റി പീരീഡ് ഫിക്സഡ് പീരീഡ് ആയിരിക്കില്ല. Investors can conveniently buy and sell unit at a net asset value റിലേറ്റഡ് പ്രൈസ്. അപ്പോൾ നമുക്ക് ആ പ്രൈസ് നോക്കിയിട്ട് എപ്പോഴാണെങ്കിലും ഇൻവെസ്റ്റേഴ്സിന് എപ്പോഴാണോ കൺവീനിയൻ്റ് ആയിട്ട് ആ സമയത്ത് ഒന്നുകിൽ അത് വാങ്ങിക്കാം, അതല്ലെങ്കിൽ കയ്യിലുള്ളത് വിൽക്കാം. ഇത് കീ ഫീച്ചേഴ്സ് ഓഫ് ഓപ്പൺ എൻഡഡ് സ്കീം ഈസ് ലിക്വിഡിറ്റി. മെയിനായിട്ട് നമുക്ക് ഇതിൽ എക്സാമ്പിളായിട്ട് പറയാൻ പറ്റുക 1964 ഇഷ്യൂ ചെയ്തിട്ടുള്ള യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ. അതൊരു ഓപ്പൺ എൻഡഡ് സ്കീമായിട്ടാണ്, ഇൻസ്ട്രുമെൻ്റായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, നമുക്കിനി ഇതിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് നോക്കാം. ഫസ്റ്റ് വൺ പറയുന്നത് ഓപ്പൺ എൻഡഡ് മ്യൂച്വൽ ഫണ്ട് ഈസ് എ മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് മ്യൂച്വൽ ഫണ്ട് അവൈലബിൾ ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ്. ദിസ് ഈസ് എ ഫ്രീ എൻട്രി ആൻഡ് എക്സിസ്റ്റ് ഓഫ് ഇൻവെസ്റ്റേഴ്സ്. ദർ ഈസ് നോ ടൈം ലിമിറ്റ്. ഇവിടെ ടൈം ലിമിറ്റ് ഇല്ല. ഇൻവെസ്റ്റേഴ്സിൻ്റെ കൺവീനിയൻ്റ് ആയിട്ടുള്ള ടൈമിൽ നമുക്ക് ട്രാൻസാക്ഷൻ നടത്താം. സെക്കൻഡ് വൺ പറയുന്നത് ഇൻവെസ്റ്റേഴ്സ് ക്യാൻ ബൈ ഓർ റെഡീം. റെഡീം മീൻസ് സെൽ ഷെയർസ് ഡയറക്ട്ലി ത്രൂ ദ ഫണ്ട്. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് തന്നെ അതിൻ്റെ ട്രാൻസാക്ഷൻസ് നടത്താൻ പറ്റുന്നതാണ്. നെക്സ്റ്റ് വൺ വരുന്നത് നോട്ട് പബ്ലിക്കലി ട്രേഡഡ്. ഇറ്റ് ഈസ് മോർ ഫ്ലെക്സിബിൾ ആൻഡ് ലിക്വിഡ്. ദീസ് യൂണിറ്റ് ആർ നോട്ട് പബ്ലിക്കലി ട്രേഡഡ് ആൻഡ് ഇറ്റ് ഈസ് മോർ ഫ്ലെക്സിബിൾ ആൻഡ് ലിക്വിഡ്. ദ നെക്സ്റ്റ് വൺ വരുന്നത് ഫണ്ട് ഈസ് ഇൻ ഇൻകം ജനറേഷൻ. മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഇതിലൂടെ ഫണ്ട് മൊബിലൈസേഷൻ ആണ്. അനദർ ഫീച്ചേഴ്സ് ഓപ്പൺ എൻഡഡ് സ്കീമിൽ വരുന്നത് ദിസ് യൂണിറ്റ് ആർ നോട്ട് ലിസ്റ്റഡ് ഇൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. സ്റ്റോക്ക് എക്സ്ചേഞ്ചിലല്ലാതെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് അതിൻ്റെ ബൈങ് ആൻഡ് സെയിൽസ് ട്രാൻസാക്ഷൻ ചെയ്യാം. അതുകൊണ്ട് തന്നെ ദെയർ പ്രൈസ് ആർ ലിങ്ക്ഡ് ടു ദ നെറ്റ് അസറ്റ് വാല്യൂ ഓഫ് ദ യൂണിറ്റ്. അപ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴി അല്ലാതെ ഡയറക്റ്റ് ആയത് കാരണം ഇതിൻ്റെ വാല്യൂ എന്നത് ഡിപ്പെൻഡിങ് നെറ്റ് അസറ്റ് വാല്യൂ ഓഫ് ദി യൂണിറ്റ് ആയിരിക്കും. ആൻ ഓപ്പൺ എൻഡഡ് ഫണ്ട് വിൽ ഇഷ്യൂ മോർ ഷെയർസ് വെൻ ഇൻവെസ്റ്റേഴ്സ് ആൻഡ് മണി ടു ദ ഫണ്ട് ആൻഡ് redeem means sell or buy back shares when investors want to sell a portion of their investment. അപ്പോൾ നമുക്ക് ഒന്നിൽ കൂടുതൽ യൂണിറ്റുകൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള സമയത്ത് നമുക്ക് അതിൻ്റെ ഒരു പോർഷൻ അല്ലെങ്കിൽ ഒരു യൂണിറ്റ് നമുക്ക് വിൽക്കുകയോ, ഇതേപോലെ തന്നെ നമുക്ക് ഡിഫറെൻറ്റ് ക്ലാസ്സസ് അവൈലബിൾ ആയത് കാരണം ഏതെങ്കിലും ഒരു സിംഗിൾ യൂണിറ്റോ അല്ലെങ്കിൽ ഒരു ഒന്നിൽ കൂടുതൽ ഡിഫറെൻറ്റ് ക്ലാസ്സസ് ആയിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓപ്പൺ എൻഡഡ് ഫണ്ട് വാങ്ങിക്കാൻ കഴിയും. കാരണം ത്രൂ ഔട്ട് നമുക്ക് അവിടെ ഇങ്ങനെ എന്താണ് റെസ്ട്രിക്ഷൻ ഒന്നുമില്ലാത്ത പീരീഡ് ഫ്രീ ഓപ്പൺഡ് ആയിട്ടാണ് ഇൻവെസ്റ്റേഴ്സിന് അവിടെ ഇങ്ങനെ ഷെയർസ് അതല്ലെങ്കിൽ യൂണിറ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമുകൾ വാങ്ങിക്കാം. അതല്ലെങ്കിൽ അതേസമയം നമുക്കത് വിൽക്കുകയും ചെയ്യാം. ഇതാണ് മെയിനായിട്ട് ഫീച്ചേഴ്സിൽ പറയുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഓപ്പൺ എൻഡഡ് മ്യൂച്വൽ ഫണ്ടാണ്. ഫസ്റ്റ് വൺ വരുന്നത് സ്റ്റോക്ക് ഫണ്ട്, ദെൻ നെക്സ്റ്റ് ബോണ്ട് ഫണ്ട്, ദെൻ അനദർ വൺ മണി മാർക്കറ്റ് ഫണ്ട്. 3 തരത്തിലുള്ള ഓപ്പൺ ഫണ്ടുകളാണ് മ്യൂച്വൽ ഫണ്ടിലുള്ളത്. ഫസ്റ്റ് വൺ വരുന്നത് സ്റ്റോക്ക് ഫണ്ട്. സ്റ്റോക്ക് ഫണ്ട് പറയുന്നത് മെയിൻലി ഇൻ കോമൺ സ്റ്റോക്ക് തന്നെയാണ്, ആ ഒരു പേരിൽ തന്നെയുണ്ട്. ഈ സ്റ്റോക്ക് മേ ബി സോൾഡ് ഇൻ ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലോ അല്ലെങ്കിൽ നാസ്ഡാക്കിലോ അല്ലെങ്കിൽ അതർ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴിയൊക്കെയാണ് ഇതിൻ്റെ ട്രേഡ് നടക്കുന്നത്. The objectives of stock fund is a long term capital appreciation. മെയിനായിട്ട് ലാർജ് അല്ലെങ്കിൽ ലാർജ് എമൗണ്ട് ലോങ് ടേം പീരീഡിലേക്ക് റേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. കാരണം സ്റ്റോക്ക് എന്നുള്ള പേര് തന്നെയുണ്ട്. അപ്പോൾ സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ലോങ് ടേം പർപ്പസിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് മൊബിലൈസേഷനാണ് ഇതിൽ വരുന്നത്. ഇറ്റ് ജനറേറ്റ് മോഡസ്റ്റ് ഡിവിഡൻഡ്. ഇതിലെ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു മോഡസ്റ്റ് ഡിവിഡൻഡ് അവർക്ക് ഇതിൽ ലഭ്യമാണ്.
പിന്നെ അതേപോലെ തന്നെ ദി സ്റ്റോക്ക് ടെൻ ടു ബി ലാർജർ ക്യാപിറ്റലൈസ്ഡ് സ്റ്റോക്ക്. ദെൻ 4 തരത്തിലാണ് സ്റ്റോക്ക് ഫണ്ട് അവൈലബിൾ ആയിട്ടുള്ളത്. ഫസ്റ്റ് വൺ വരുന്നത് ലാർജ് ക്യാപിറ്റലൈസേഷൻ, മിഡ് ക്യാപിറ്റലൈസേഷൻ, സ്മാൾ ക്യാപിറ്റലൈസേഷൻ ആൻഡ് ദ ലാസ്റ്റ് വൺ ഇൻ്റർനാഷണൽ ക്യാപിറ്റലൈസേഷൻ. അപ്പോൾ ലാർജ് എന്ന് പറയുമ്പോൾ ബിഗ് ആയിട്ടുള്ള, അതായത് ബ്ലൂ ചിപ്പ് കമ്പനീസൊക്കെ, ലാർജ് വെൽ നോൺ ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ ടെക്നോളജി ഫീൽഡിലുള്ളത്, അതല്ലെങ്കിൽ ഫിനാൻഷ്യൽ സർവീസ് കമ്പനികളൊക്കെ ലാർജ് ആണ് മെയിനായിട്ട് ഈ ഒരു ലാർജ് ക്യാപിറ്റലൈസേഷനിൽ പ്രൈമറിലി ഇൻവെസ്റ്റ് ആയിട്ട് വരുന്നത്. ലാർജ് ക്യാപിറ്റൽ സ്റ്റോക്ക് ആർ പെർസീവ്ഡ് ടു ബി ലെസ് റിസ്കി ആണ് മറ്റുള്ള, അതായത് സ്മാൾ ക്യാപിറ്റലൈസേഷനെ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇതിവിടെ റിസ്ക് എന്ന് പറയുന്നത് കുറവായിരിക്കും. നെക്സ്റ്റ് വൺ വരുന്നത് മിഡ് ക്യാപിറ്റലാണ്. മിഡ് ക്യാപിറ്റലൈസേഷൻ സ്റ്റോക്ക് ഫണ്ട്. ഇവിടെ മെയിനായിട്ട് വരുന്ന കമ്പനീസ് ഹൂസ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഈസ് എ സ്മാളർ ദെൻ ലാർജ് ബട്ട് smaller than large capitalization but smaller than ലാർജർ ദെൻ സ്മോൾ ക്യാപിറ്റലൈസേഷൻ. മിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നടുവിൽ വരുന്നത്, ലാർജറിനേക്കാൾ കമ്മിയുമായിരിക്കും സ്മോൾ ക്യാപിറ്റലൈസേഷനേക്കാൾ കൂടുതലുമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്ന കമ്പനീസുകളാണ് മെയിനായിട്ട് ഇത്തരത്തിലുള്ള ഫണ്ട് മൊബിലൈസ് ചെയ്യുന്നത്. മിഡ് ക്യാപ്പ് ആർ ജനറലി കൺസിഡർഡ് മോർ റിസ്കി, അതായത് ലാർജ് ക്യാപിറ്റലൈസേഷനിലേക്കാൾ കൂടുതൽ റിസ്കി ആയിട്ടുള്ളതാണ് ഏത് സ്റ്റോക്ക് ഫണ്ട് വരുന്നത്, മിഡ് ക്യാപിറ്റലൈസേഷനിൽ വരുന്നത്. ദെൻ തേർഡ് വൺ വരുന്നത് സ്മാൾ ക്യാപിറ്റലൈസേഷനാണ്. ഇവിടെ എമർജിങ് കമ്പനികളാണ് മെയിനായിട്ട് ഈ ഒരു ഫീൽഡിൽ നമുക്ക് കാണാൻ പറ്റുക, അതായത് പൊട്ടൻഷ്യൽ ഫോർ ഫ്യൂച്ചർ ഗ്രോത്ത് ആൻഡ് പ്രോഫിറ്റ്. ഇവിടെ സ്മാൾ ക്യാപ്പ് ആർ ജനറലി കൺസിഡർഡ് റിസ്കിയസ്റ്റ് സ്റ്റോക്കാണ്. അതായത് ഇപ്പോൾ ലാർജ് ക്യാപിറ്റലൈസേഷനെയും മിഡ് ക്യാപിറ്റലൈസേഷൻ അതിനൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഭയങ്കര ഹെവി റിസ്ക് അല്ലെങ്കിൽ ഹൈ റിസ്ക് ആയിട്ടുള്ളതാണ് സ്മാൾ ക്യാപിറ്റലൈസേഷൻ വരുന്നത്. ബട്ട് കേരി ദ എക്സ്പെക്റ്റേഷൻ ഓഫ് ഹൈ റിട്ടേൺ. റിസ്ക് കൂടുതലാണ്, അതുകൊണ്ട് തന്നെ ഹൈ റിട്ടേണും എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒന്നാണ് ഇത് സ്മാൾ ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് ഇൻ്റർനാഷണലാണ്. ഇൻ്റർനാഷണൽ സ്റ്റോക്ക് ഫണ്ട്. ഇൻ്റർനാഷണൽ സ്റ്റോക്ക് ഫണ്ട് എന്ന് പറയുമ്പോൾ ഇവിടെ ഇങ്ങനെ ഫോറിൻ എക്സ്ചേഞ്ച്, ട്രേഡഡ് ഓൺ ഫോറിൻ എക്സ്ചേഞ്ച് ബട്ട് പർച്ചേസ്ഡ് ഇൻ ദി യുണൈറ്റഡ് സ്റ്റേറ്റ് ബൈ US ഫണ്ട് കമ്പനി. ഇൻ്റർനാഷണൽ ഫണ്ട് ആർ സബ്ജക്റ്റ് ടു അഡീഷണൽ റിസ്ക് സച്ച് എസ് കറൻസി ഫ്ലക്ച്വേഷൻ, പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി, പൊട്ടൻഷ്യൽ ഫോർ ലിക്വിഡ് മാർക്കറ്റ്. അപ്പോൾ ഇതൊക്കെ കാരണം നമുക്ക് ഇവിടെ ഇങ്ങനെ റിസ്ക് എന്ന് പറയുന്നത് ഹൈ, അഡീഷണൽ റിസ്ക് ബിയർ ചെയ്യേണ്ടതായിട്ട് വരുന്ന ഒരു സംഭവമാണ് ഇത് ഇൻ്റർനാഷണൽ സ്റ്റോക്ക് ഫണ്ട് എന്ന് പറയുന്നത്. ഇതാണ് 4 രീതിയിലുള്ള സ്റ്റോക്ക് ഫണ്ട് വരുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ബോണ്ട് ഫണ്ടാണ്. ബോണ്ട് ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇൻവെസ്റ്റ് ഇൻ വേരിയസ് ടൈപ്പ് ഓഫ് ബോണ്ട്. അതിപ്പോൾ ഏതെങ്കിലും കോർപ്പറേഷൻസോ മുനിസിപ്പാലിറ്റീസോ അല്ലെങ്കിൽ ഗവൺമെൻറ്റോ ഒക്കെ ഇഷ്യൂ ചെയ്യുന്ന ബോണ്ടിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അതിന് പറയുന്ന പേരാണ് ബോണ്ട് ഫണ്ട് എന്ന് പറയുന്നത്. ബോണ്ട് ഫണ്ട് ഡിസൈൻ മോസ്റ്റ്ലി ടു പ്രൊവൈഡ് ഇൻവെസ്റ്റേഴ്സ് വിത്ത് എ സ്റ്റഡി സ്ട്രീം ഓഫ് ഇൻകം. ഒരു സ്റ്റഡി ഇൻകം ബിയർ ചെയ്യുക അല്ലെങ്കിൽ ആ ഒരു മൈൻഡുള്ള ആളുകളാണ് മെയിനായിട്ട് ഇവിടെ ഇൻവെസ്റ്റേഴ്സ് ആയിട്ട് വരുന്നത്. എസ്പെഷ്യലി ഫോർ ഇൻവെസ്റ്റേഴ്സ് വിത്ത് റിലേറ്റീവ്ലി ലെസ് അപ്പറ്റീവ് റിസ്ക്, അതായത് റിസ്ക് റെഡ്യൂസ് ചെയ്ത് മാക്സിമം അല്ലെങ്കിൽ ഒരു സ്റ്റഡി ഇൻകം വേണം എന്ന് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു റിട്ടേൺ എക്സ്പെക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ആളുകളാണ് നമുക്ക് മെയിനായിട്ട് ഇവിടെ ഇങ്ങനെ കാണാവുന്നത്. ഇപ്പോൾ ജസ്റ്റ് ലൈക്ക് ഫിക്സഡ് ഡെപ്പോസിറ്റ് ദാറ്റ് ആർ കൺസിഡേർഡ് ആസ് എ സേഫ്. നമ്മൾ ബാങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടുമ്പോൾ സേഫായിട്ട് കിട്ടും. അതേപോലെ തന്നെ ഒരു സ്റ്റഡി റിട്ടേൺ കിട്ടുന്ന രീതിയിലുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി എന്നുള്ള രീതിയിൽ ആളുകൾ കാണുന്നതാണ് ബോണ്ട് ഫണ്ട്. മോസ്റ്റ് bond fund pay income regularly and their net asset value tend to fluctuate less than equity fund. അത് തന്നെയാണ് ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജസ് കേട്ടോ. നെക്സ്റ്റ് വൺ വരുന്നത് മണി മാർക്കറ്റ് ഫണ്ടാണ്. ഇവിടെ മെയിനായിട്ട് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഷോർട്ട് ടേം സെക്യൂരിറ്റീസിലാണ്. ഷോർട്ട് ടേം സെക്യൂരിറ്റീസ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് നമുക്കറിയാവുന്നത് ഏതാണ്, ട്രഷറി ബില്ലിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. മോസ്റ്റ് മണി മാർക്കറ്റ് ഫണ്ട് ഓഫർ ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ്, അതായത് ബാങ്കിലെ സേവിങ് അക്കൗണ്ടിനേക്കാൾ കൂടുതലായിട്ട് നമുക്ക് ഇൻട്രസ്റ്റ് ഓഫർ ചെയ്യുന്ന ഒരു ഫണ്ടാണ് ഇത് മണി മാർക്കറ്റ് ഫണ്ട് എന്ന് പറയുന്നത്. ചിലതൊക്കെ ടാക്സ് ഫ്രീ ആണ് ആയിട്ടുള്ളതുമാണ് ഏത് വരുന്നത്, മണി മാർക്കറ്റ് ഫണ്ട്. ഈ മെയിൻലി ഡിസൈൻ ചെയ്തിരിക്കുന്നത് മോർ സ്റ്റേബിൾ ആയിട്ടുള്ള സ്റ്റോക്കായിട്ടാണ്. അതേപോലെ തന്നെ പ്രൊവൈഡ് സ്റ്റഡി ഡിവിഡൻഡ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. പിന്നെ ആൾദോ ദ ഈൽഡ് മേ ഫ്ലക്ച്വേറ്റ് ഡെയിലി. അപ്പോൾ നമുക്കൊരു സ്റ്റഡി ഡിവിഡൻഡ് കിട്ടുന്ന രീതിയിലുള്ള ഷോർട്ട് ടേം ആയിട്ടുള്ള സെക്യൂരിറ്റീസിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റാണ് ഇതിൽ വരുന്നത്, മണി മാർക്കറ്റ് ഫണ്ടിൽ വരുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ക്ലോസ്ഡ് എൻഡാണ്. ക്ലോസ് എൻഡഡ് സ്കീം.
ക്ലോസ് എൻഡഡ് മ്യൂച്വൽ ഫണ്ട്. ഇവിടെ മെയിനായിട്ട് ദീസ് സ്കീം ആർ പ്രീ സ്പെസിഫൈഡ് മെച്യൂരിറ്റി പീരീഡ്. നമ്മൾ ഓപ്പണിൽ പറഞ്ഞത് അവിടെ ഒരു മെച്യൂരിറ്റി പീരീഡ് ഉണ്ടാവില്ല, ഫ്രീ ആണ്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇതിൽ വരുന്നത് ക്ലോസ് എൻഡഡ്. അതായത് ഇവിടെ മെച്യൂരിറ്റി പീരീഡ് എന്ന് പറയുന്നത് മുൻകൂട്ടി തന്നെ എന്ത് ചെയ്തിട്ടുണ്ടാവും, സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും. അതേപോലെ പബ്ലിക്കലി ട്രേഡ് ചെയ്യുന്ന ഒരു സ്കീം കൂടിയാണ് ഇത് ക്ലോസ് എൻഡഡ് എന്ന് പറയുന്നത്. ഇവിടെ മെയിനായിട്ട് റേസ് ഫിക്സഡ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ത്രൂ ആൻ ഇനീഷ്യൽ പബ്ലിക് ഓഫറിങ്, IPO വഴിയാണ് മെയിനായിട്ട് ഈ ഒരു സ്കീമും വഴി ഫണ്ട് മൊബിലൈസ് ചെയ്യുന്നത്. ഇത് സ്ട്രക്ചേർഡ് ആണ്, അതേപോലെ ലിസ്റ്റഡ് ആണ് ആൻഡ് ട്രേഡഡ് ലൈക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. നമ്മൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ട്രേഡ് നടത്തുന്നത് പോലെ തന്നെയാണ് ക്ലോസ് എൻഡഡ് സ്കീമിലെ മ്യൂച്വൽ ഫണ്ടുകളുടെ ട്രാൻസാക്ഷനും നടക്കുന്നത്. വൺ ക്യാൻ ഇൻവെസ്റ്റ് ഡയറക്ട്ലി ഇൻ ദ സ്കീം അറ്റ് ദ ടൈം ഓഫ് ദ ഇനീഷ്യൽ ഇഷ്യൂ. അപ്പോൾ IPO സമയത്ത് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഡയറക്ട്ലി ഇൻവെസ്റ്റ് ചെയ്യാം. അതല്ലെങ്കിൽ സെക്കൻഡറി മാർക്കറ്റ് എന്നുള്ള പോലെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റേതുപോലെയുള്ള ഒരു സ്ട്രക്ചേർഡ് പ്ലാറ്റ്ഫോമിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഡിപ്പെൻഡിങ് ഓൺ ദ സ്ട്രക്ചർ ഓഫ് ദ സ്കീം ആണെങ്കിൽ 2 എക്സിറ്റ് ഓപ്ഷൻ ആണ് അവിടെ ഉള്ളത്. അതായത് ഇപ്പോൾ സ്ട്രക്ചേർഡ് സ്കീമാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ 2 എക്സിറ്റ് ഓപ്ഷൻസ് ആണ് അവിടെ അവൈലബിൾ ആയിട്ടുള്ളത് ഇൻവെസ്റ്റേഴ്സിന് ആഫ്റ്റർ ദ ഇനീഷ്യൽ ഓഫർ പീരീഡ്. അപ്പോൾ ഇനീഷ്യൽ പീരീഡ് ഓഫർ ക്ലോസ് ചെയ്തു, ഇത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മുന്നിലുള്ളത് ഏതാണ്, സ്ട്രക്ചേർഡ് സ്കീമാണ്. അവിടെ നമുക്ക് 2 എക്സിറ്റ് ഓപ്ഷനാണ് ഉള്ളത്. ഇൻവെസ്റ്റർ ക്യാൻ ട്രാൻസാക്ട്, അതായത് ഇൻവെസ്റ്റേഴ്സിന് ഒന്നുകിൽ സെൽ അല്ലെങ്കിൽ ബൈ അവരുടെ യൂണിറ്റ് സ്കീം ചെയ്യാം സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴി. ഏത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലാണോ അത് ലിസ്റ്റ് ചെയ്തത് അവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഒന്നുകിൽ അത് വാങ്ങിക്കാം, അതല്ലെങ്കിൽ വിൽക്കാം. ദ മാർക്കറ്റ് പ്രൈസ് അറ്റ് ദ സ്റ്റോക്ക് എക്സ്ചേഞ്ച് കുഡ് വേരി ഫ്രം ദി നെറ്റ് അസറ്റ് വാല്യൂ. ഇവിടെ ഇങ്ങനെ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും, നെറ്റ് അസറ്റ് വാല്യൂവിലുള്ള ഒരു ചേഞ്ചസ് ഉണ്ടായിരിക്കും അവിടെ. അതേപോലെ തന്നെ ഇവിടെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ സിറ്റുവേഷൻസ് കൂടുതലായിട്ട് എഫക്റ്റ് ചെയ്യുന്നതാണ്. ദെൻ എക്സ്പെക്റ്റേഷൻ ഓഫ് എ യൂണിറ്റ് ഹോൾഡർ ആൻഡ് അതർ മാർക്കറ്റ് ഫാക്ടേഴ്സ് എല്ലാം ഇതിൻ്റെ വാല്യൂസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഘടകങ്ങളാണ്. Alternatively, ഇപ്പോൾ നമ്മൾ ക്ലോസ് എൻഡഡ് സ്കീം പ്രൊവൈഡ് ആൻ അഡീഷണൽ ഓപ്ഷൻ ഓഫ് സെല്ലിംഗ് ദ യൂണിറ്റ് ഡയറക്ട്ലി ടു ദ മ്യൂച്വൽ ഫണ്ട് ത്രൂ പീരിയഡിക് റീപർച്ചേസ് അറ്റ് ദ സ്കീം നെറ്റ് അസറ്റ് വാല്യൂ. ഇതെല്ലാം തന്നെ പ്രവർത്തിക്കുന്നത് സെബിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്തുകൊണ്ടാണ് ഈ 2 എക്സിറ്റും നമുക്ക് അവിടെ ഇങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഡിഫറൻസ് ആണ്. എന്തൊക്കെയാണ് ക്ലോസ് എൻഡഡും അതേപോലെ ഓപ്പൺ എൻഡഡ് മ്യൂച്വൽ ഫണ്ടും ഡിഫറൻസ് നോക്കാം. ഓപ്പൺ എൻഡഡ് ആണെങ്കിൽ അവിടെ നമുക്ക് ഡ്രാമാറ്റിക്കലി ഡേ ടു ഡേ ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് ആണ്. അതേപോലെ തന്നെ ഷെയർസ് ആണ്. ഇപ്പോൾ ക്ലോസ്ഡ് എൻഡഡ് ആണെങ്കിൽ അവിടെ ഇങ്ങനെ നമുക്ക് ഫിക്സഡ് നമ്പർ, അതേപോലെ ടൈം പീരീഡ്, മെച്യൂരിറ്റി ഒക്കെ ആൾറെഡി ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കും. നെക്സ്റ്റ് രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് ഓപ്പൺ എൻഡഡ് ഫണ്ടിൽ ഇഷ്യൂ ന്യൂ ഷെയർസ് അതല്ലെങ്കിൽ പർച്ചേസ് ഓൾഡ് ഷെയർസ് ആസ് നീഡഡ് ടു മീറ്റ് ഇൻവെസ്റ്റേഴ്സ് ഡിമാൻഡ്. നമുക്ക് IPO വഴിയോ അല്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴി റീപർച്ചേസോ ചെയ്യാവുന്നതാണ്. ഓപ്പൺ എൻഡഡ് വിൽ ഇഷ്യൂ ഷെയർസ്. ഷെയർ പ്രൈസ് ഈസ് ഡിറ്റർമിൻഡ് ബൈ ദ നെറ്റ് അസറ്റ് വാല്യൂ ഓഫ് ആൾ ദ ഷെയർസ് ഹെൽഡ് ബൈ ദി ഫണ്ട് ഡിവൈഡഡ് ബൈ ദി. ദെൻ ക്ലോസ് എൻഡഡ് ഫണ്ടാണെന്നുണ്ടെങ്കിൽ അവിടെ ഫിക്സഡ് നമ്പർ ഓഫ് ഷെയർസ് ആണ്. ഷെയർസ് എന്ന് പറയുന്നത് ടിപ്പിക്കലി ട്രേഡഡ് ഓപ്പൺ മാർക്കറ്റിലാണ്. വെർ ദേ സെൽ അറ്റ് എയ്തർ പ്രീമിയം, ഒന്നുകിൽ നമുക്ക് പ്രീമിയത്തിനോ അതല്ലെങ്കിൽ അവിടെ ഡിസ്കൗണ്ടിനോ ആണ് നമുക്ക് അവിടെ ഇങ്ങനെ ട്രാൻസാക്ഷൻസ് നടത്താൻ പറ്റുക. നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് ഓപ്പൺ എൻഡഡ് ഫണ്ടാണെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ഇൻ ദ മാർക്കറ്റ് ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡീൽ ഓഫ് ഫ്ലെക്സിബിലിറ്റി കൂടുതലായിട്ട് നമുക്ക് കാണാൻ കഴിയും ക്ലോസ് എൻഡഡിനേക്കാളും. പക്ഷേ ക്ലോസ് എൻഡഡിലാണെന്നുണ്ടെങ്കിൽ അവിടെ കൂടുതൽ വൊളാറ്റിലിറ്റിയും, അതായത് ഇൻഡിവിജ്വൽ സ്റ്റോക്കിൻ്റെ ഒരു വൊളാറ്റിലിറ്റി കൂടുതലായിട്ട് കാണാൻ പറ്റുക ക്ലോസ് എൻഡഡ് ഫണ്ടിലാണ്. നെക്സ്റ്റ് വൺ വരുന്നത് മാനേജേഴ്സ് ഓഫ് ഓപ്പൺ എൻഡഡ് ഫണ്ട് മോർ ഡൈനാമിക് ആയിട്ടാണ്. ഹാവ് ടു പെർഫോം എ മോർ ഓവർവെൽമിങ് ടാസ്ക് ദാൻ ദി മാനേജേഴ്സ് ഓഫ് ദി ക്ലോസ് എൻഡ്. ഇവിടെ ഓപ്പൺ എൻഡിൽ ഒരു എഫക്റ്റീവായിട്ടുള്ള ഒരു മാനേജറുടെ ഒരു എക്സ്പീരിയൻസോട് കൂടിയിട്ടുള്ള ഒരാളുടെ സർവീസ് അവൈലബിൾ ആയിരിക്കും. നെക്സ്റ്റ് വൺ വരുന്നത് ഇൻവെസ്റ്റേഴ്സ് ഇൻ ക്ലോസ് എൻഡഡ് ഫണ്ട് ക്യാൻ ഈസിലി കാൽക്കുലേറ്റ് ദ റിട്ടേൺ. ഓപ്പൺ എൻഡഡ് ഫണ്ട് കനോട്ട് ബി ഡൂ സോ. അതായത് അത്ര ഈസി ആയിട്ട് നമുക്ക് ഓപ്പൺ എൻഡിൻ്റെ വാല്യൂസിൽ വരുന്ന ആ ഒരു വേരിയേഷൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയില്ല. കാൽക്കുലേഷൻസ് ഈസി ആയിട്ട് വരുന്നത് ഏതിലാണ്, ക്ലോസ് എൻഡഡിലാണ്. പിന്നെ വരുന്നത് ഓപ്പൺ എൻഡഡ് ഫണ്ട് ഓഫർ ഗ്രേറ്റ് ലിക്വിഡിറ്റി ഹൈ ആയിട്ടുള്ളത് ഓപ്പൺ എൻഡഡ് ആണ്.
പിന്നെ ഇതിലൊരു പോയിന്റ് പറയുന്നത് SIP ആണ്. SIP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ. നമുക്ക് നെക്സ്റ്റ് ഇതേ ടോപ്പിക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ ഇത് പ്രകാരം ഓപ്പൺ എൻഡഡ് ഫണ്ട് എന്ന് പറയുമ്പോൾ ഇൻവെസ്റ്റേഴ്സ് ക്യാൻ ഇൻവെസ്റ്റ് ത്രൂ ഈ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇൻവെസ്റ്റേഴ്സ് ക്യാൻ ഓൺലി ഇൻവെസ്റ്റ് അറ്റ് ദ ടൈം ഓഫ് NFO ഇൻ ലംസമായിട്ടാണ് നമുക്ക് എവിടെ ചെയ്യാൻ പറ്റുള്ളൂ, ക്ലോസ് എൻഡഡിൽ. ഓക്കെ, ഇത്രയാണ് ഡിഫറൻസിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി നമുക്ക് അടുത്തൊരു ക്ലാസിഫിക്കേഷനാണ്. ഇപ്പോൾ നമ്മുടെ സ്ട്രക്ചറിൻ്റെ ബേസിലുള്ള ഓപ്പൺ എൻഡഡും ക്ലോസ് എൻഡഡും ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവിൻ്റെ ബേസിലുള്ള ഫണ്ടുകളാണ്, മ്യൂച്വൽ ഫണ്ടാണ് നോക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് വൺ വരുന്നത് ഗ്രോത്ത് ഫണ്ട്, അല്ലെങ്കിൽ ഗ്രോത്ത് ഫണ്ടിന് പറയുന്ന മറ്റൊരു പേരാണ് ഇക്വിറ്റി ഫണ്ട് എന്ന് പറയുന്നത്. ഇവിടെ ഇൻവെസ്റ്റ് പ്രീഡൊമിനൻ്റ്ലി ഇൻ ഷെയർസ് അല്ലെങ്കിൽ സ്റ്റോക്ക് ഓഫ് എ കമ്പനി. ആ പേരിൽ തന്നെ ഉണ്ട്, കമ്പനിയുടെ ഇക്വിറ്റിയിൽ അല്ലെങ്കിൽ കമ്പനിയുടെ ഷെയർസിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അത്തരത്തിലുള്ള മ്യൂച്വൽ ഫണ്ടിനെയാണ് ഇക്വിറ്റി ഫണ്ട് എന്ന് പറയുന്നത്. ഇതിനെ പറയുന്ന മറ്റൊരു പേരാണ് ഗ്രോത്ത് ഫണ്ട് എന്ന് പറയുന്നത്. ഇക്വിറ്റി ഫണ്ട് ആർ എയ്തർ ആക്റ്റീവ് ഓർ പാസീവ്. രണ്ട് രീതിയിലാണ് ഇതിൽ ആക്റ്റീവായിട്ടുള്ളതും വരുന്നുണ്ട്, പാസീവായിട്ടുള്ള ഫണ്ടും ഉണ്ട്. ആക്റ്റീവ് ഫണ്ട് എന്ന് പറയുമ്പോൾ ഒരു ഫണ്ട് മാനേജർ അവിടെ മാർക്കറ്റ് സ്കാൻ ചെയ്ത് മാർക്കറ്റ് എക്സാമിൻ ചെയ്തിട്ട് ആ ഒരു ബെസ്റ്റ് സ്റ്റോക്ക് ഏതാണോ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് അതിൻ്റെ ഒരു അഡ്വൈസ് അവിടെ ഉണ്ടായിരിക്കും. പക്ഷേ പാസീവ് ഫണ്ടാണ് എന്നുണ്ടെങ്കിൽ ഫണ്ട് മാനേജർ അവിടെ ഒരു പോർട്ട്ഫോളിയോ ബിൽഡപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ പോർട്ട്ഫോളിയോ റിഫ്ലക്റ്റ് ചെയ്യാണ് ഒരു പോപ്പുലർ മാർക്കറ്റ് ഇൻഡെക്സിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു പോർട്ട്ഫോളിയോ അയാൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. അവിടെ ഒന്നുകിൽ സെൻസെക്സോ അല്ലെങ്കിൽ നിഫ്റ്റിയോ ഒക്കെയിലേക്ക് ഇൻഡെക്സ് ബേസ് ചെയ്തുകൊണ്ട് ഒരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ അത് സ്യൂട്ടബിൾ ആവുന്ന ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ദെൻ ഇത് കൂടാതെ ഇക്വിറ്റി ഫണ്ടിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റിയ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ്റെ ബേസിലാണ്. അത് നമ്മൾ ഇതിന് മുന്നേ ഡിസ്കസ് ചെയ്ത പോലെ ലാർജ് ക്യാപ്പോ മിഡ് ക്യാപ്പ് അല്ലെങ്കിൽ സ്മാൾ ക്യാപ്പ് ആ രീതിയിൽ ഉള്ള ഒരു ക്ലാസിഫിക്കേഷനും കൂടെ ഇക്വിറ്റി ഫണ്ടിൽ വരുന്നുണ്ട്. ഇക്വിറ്റി സ്കീം നോട്ട് സ്യൂട്ടബിൾ ഫോർ ഇൻവെസ്റ്റേഴ്സ് സീക്കിംഗ് റെഗുലർ ഇൻകം. ഇപ്പോൾ ഒരു റെഗുലർ ഇൻകം എക്സ്പെക്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇക്വിറ്റി ഫണ്ട് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമല്ല. അതേപോലെ തന്നെ ഐഡിയൽ ഫോർ ഇൻവെസ്റ്റേഴ്സ് ഹു ഹാവ് എ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഹൊറിസോൺ. ഇവിടെ നമ്മൾ ഇക്വിറ്റിയിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അപ്പോൾ ഇവിടെ ഇങ്ങനെ ലോങ് ടേം പീരീഡിനായിരിക്കും. പിന്നെ നെറ്റ് അസറ്റ് വാല്യൂ പ്രൈസ് ഓഫ് ഇക്വിറ്റി ഫണ്ട് ഫ്ലക്ച്വേറ്റ് വിത്ത് മാർക്കറ്റ് വാല്യൂ ഓഫ് ദ അണ്ടർലൈൻ സ്റ്റോക്ക്. അപ്പോൾ ആ കമ്പനിയുടെ സ്റ്റോക്കിൻ്റെ വാല്യൂവിൽ വരുന്ന ഒരു വേരിയേഷൻസ് ആ ഒരു നെറ്റ് അസറ്റ് വാല്യൂവിലും റിഫ്ലക്റ്റ് ചെയ്യുന്നതാണ്. ഇതാണ് ഇക്വിറ്റി ഫണ്ടിൽ വരുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഇൻകം ഓർ ഡെപ്റ്റ് ഓറിയൻറ്റഡ് സ്കീം. The aim of income fund is to provide a regular and steady income to investors. ഇവിടെ ഡെപ്റ്റിലുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഡെപ്റ്റിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്കറിയാം, നമ്മൾ ഡിബഞ്ചറും ബോണ്ടൊക്കെ പഠിച്ചു കഴിഞ്ഞതാണ്. അവിടെ നമുക്ക് ഇൻവെസ്റ്റേഴ്സിന് ഒരു സ്റ്റഡി റിട്ടേൺ ലഭ്യമാണ്. സച്ച് സ്കീം ജനറലി ഇൻവെസ്റ്റ് ഇൻ എ ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റി, അതായത് ബോണ്ട്, കോർപ്പറേറ്റ് ഡിബഞ്ചേഴ്സ്, അതേപോലെ ഗവൺമെൻറ് സെക്യൂരിറ്റി, മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്, ഇതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഇൻകം ഓർ ഡെപ്റ്റ് ഓറിയൻറ്റഡ് സ്കീം. ഈ ഫണ്ട് ലെസ് റിസ്കിയാണ് ഇക്വിറ്റിയെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ. അതേപോലെ തന്നെ ഫണ്ട് നോട്ട് അഫക്റ്റഡ് ഫ്ലക്ച്വേഷൻസ്. ഇപ്പോൾ ഇക്വിറ്റി മാർക്കറ്റിനെ പോലെ വളരെ വൈഡായിട്ട് ഒരു മാർക്കറ്റ് ഫ്ലക്ച്വേഷൻസ് ഒന്നും ബാധിക്കാത്തതാണ് ഇൻകം ഡെപ്റ്റ് ഓറിയൻറ്റഡ് സ്കീം. ആ ഇൻകം എന്ന് പറയുന്ന പേരിലേ ഉണ്ട്, റെഗുലർ ഇൻകമാണ്. ഡെപ്റ്റ് എന്നും കൂടെ ആലോചിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഏതിലാണ്, ഡെപ്റ്റ് ഫണ്ട് ഇൻസ്ട്രുമെൻറ്റുകളായിട്ടുള്ള ഡിബഞ്ചറിലോ ബോണ്ടിലോ ആണ്. പിന്നെ മറ്റൊരു കാര്യം ഇവിടെ പറയാനുള്ളത് ഓപ്പർച്യൂണിറ്റീസ് ഓഫ് ദ ക്യാപിറ്റൽ അപ്രീസിയേഷൻ ആർ ആൾസോ ലിമിറ്റഡ്. അപ്പോൾ ഇക്വിറ്റിയിൽ പറഞ്ഞ പോയിൻറ്റ്സിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള പോയിന്റുകളാണ് എവിടെ വരിക, ഡെപ്റ്റ് അല്ലെങ്കിൽ ഇൻകം ഓറിയൻറ്റഡ് സ്കീമിൽ വരിക. ദ ലോങ് ടേം ഇൻവെസ്റ്റേഴ്സ് മേ നോട്ട് ബോദർ എബൌട്ട്. അപ്പോൾ ഒരു ഫ്ലക്ച്വേഷൻസിലൊക്കെ ബോധേഡ് അല്ല എന്നുള്ള ആളുകൾ, ഇപ്പോൾ ലോങ് ടേം ആയിട്ടുള്ളതാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നതെങ്കിൽ അവർ ഏതിലാവും ഇൻവെസ്റ്റ് ചെയ്യുക, ഇക്വിറ്റി ഫണ്ടിലായിരിക്കും. അതല്ലെങ്കിൽ അവർ ഇൻകം അല്ലെങ്കിൽ ഡെപ്റ്റ് ഓറിയൻറ്റഡ് സ്കീമിലായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുക. ഇവിടെ നമുക്ക് ഡെപ്റ്റ് ഫണ്ടിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അത് ഏതൊക്കെയെന്ന് നോക്കാം. ഫസ്റ്റ് വൺ വരുന്നത് ഗിൽട്ട് ഫണ്ട്. ഗിൽട്ട് ഫണ്ട് എന്ന് പറയുമ്പോൾ
ഗവൺമെൻറ് സെക്യൂരിറ്റീസിലാണ് ഇൻവെസ്റ്റ് ചെയ്യുമെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഗിൽട്ട് ഫണ്ട് എന്ന് പറയുന്നത്. ഇവിടെ ഡീഫോൾട്ട് റിസ്ക് ഉണ്ടായിരിക്കില്ല. അതേപോലെ തന്നെ നെറ്റ് അസറ്റ് വാല്യൂ എന്ന് പറയുന്നത് ഫ്ലക്ച്വേറ്റ് ആയിരിക്കും. അതായത് ഇൻട്രസ്റ്റ് റേറ്റ് അല്ലെങ്കിൽ അതർ എക്കണോമിക് ഫാക്ടേഴ്സ് ഒക്കെ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് നെറ്റ് അസറ്റ് വാല്യൂ എന്ന് പറയുന്നത് എന്ത് ചെയ്യും, ഫ്ലക്ച്വേറ്റ് ചെയ്യും. ഇൻവെസ്റ്റ് ഇൻ ദിസ്, ഇത്തരത്തിലുള്ള സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഗവൺമെൻറ് അല്ലെങ്കിൽ ഗവൺമെൻറ് ഇൻസ്ട്രുമെൻ്റ് ആണ്. അപ്പോൾ ഇതിന് നമുക്ക് പോപ്പുലർലി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഡെപ്റ്റ് പേപ്പർ എന്ന് തന്നെ പറയാം. ഇത് സീറോ ഡീഫോൾട്ട് റിസ്ക് ആണ്. അതേപോലെ ദീസ് സ്കീം ആർ സേഫായിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഇത് ഗിൽട്ട് ഫണ്ട്. ദെൻ നെക്സ്റ്റ് വൺ വരുന്നത്, രണ്ടാമത്തെ വരുന്നത് ഇൻകം ഫണ്ടാണ്. ഇൻകം ഫണ്ട് പ്രൊവൈഡ് സേഫ്റ്റി ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് റെഗുലർ ഇൻകം. ഇൻവെസ്റ്റേഴ്സിന് ഒരു റെഗുലർ ഇൻകം ഓഫർ ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടുകളാണ് ഇൻകം ഫണ്ട് എന്ന് പറയുന്നത്. ഇവിടെ ഇൻകം ബിയറിംഗ് ഇൻസ്ട്രുമെൻറ്റുകളാണ് ഉപയോഗിക്കുന്നത്. ഇൻകം ബിയറിംഗ് എന്ന് പറയുമ്പോൾ ബോണ്ട്, ഡിബഞ്ചേഴ്സ്, ഗവൺമെൻറ് സെക്യൂരിറ്റി, കൊമേഴ്ഷ്യൽ പേപ്പർ, ഇതൊക്കെയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ഇവിടെ റിട്ടേൺ അതേപോലെ തന്നെ റിസ്ക് എങ്ങനെയായിരിക്കും, ലോ ആയിരിക്കും. റിട്ടേൺ ആസ് വെൽ ആസ് ദ റിസ്ക് ആർ ലോവർ. അതായത് ഗ്രോത്ത് ഫണ്ടിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇൻകം ഫണ്ടിൽ ലോ ആയിരിക്കും. നെക്സ്റ്റ് വൺ വരുന്നത് മന്ത്ലി ഇൻകം പ്ലാൻ. മന്ത്ലി ഇൻകം പ്ലാൻ എന്ന് പറയുമ്പോൾ MIP. ഇൻവെസ്റ്റ് ദ മാക്സിമം ഓഫ് ദെയർ ടോട്ടൽ corporation in a debt instrument. They take a minimum exposure in equity. It get a benefit of both the equity and debt market. ഇവിടെ ഒരു മിക്സ് എന്നുള്ള രീതിയിലാണ്, അതായത് ഇക്വിറ്റിയുടെ ബെനിഫിറ്റും അതേപോലെ തന്നെ ഡെപ്റ്റ് മാർക്കറ്റിൻ്റെ ബെനിഫിറ്റും നമുക്ക് ഒരേപോലെ കിട്ടുന്ന ഒന്നാണ് മന്ത്ലി ഇൻകം പ്ലാൻ എന്ന് പറയുന്നത്. ദി സ്കീം റാങ്ക് സ്ലൈറ്റ്ലി ഹൈ ഓൺ ദ റിസ്ക് റിട്ടേൺ മാട്രിക്സ്. അതായത് സിമ്പിൾ ഡെപ്റ്റ് സ്കീമിനെ നോക്കുകയാണെങ്കിൽ ഇതൊരു ഹൈ റിസ്ക് റിട്ടേൺ ആയിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക. നെക്സ്റ്റ് വൺ വരുന്നത് ഷോർട്ട് ടേം പ്ലാൻ ആണ്, STP. ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഹൊറിസോൺ എന്ന് പറയുന്നത് 3 to 6 months, ആ ഒരു ഷോർട്ട് ടേം കാലയളവിലേക്കായിരിക്കും. ഇവിടെ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ് മെയിനായിട്ട് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്, അതേപോലെ കൊമേഴ്ഷ്യൽ പേപ്പർ, ഇതൊക്കെയാണ്. നെക്സ്റ്റ് വൺ വരുന്നത് ലിക്വിഡ് ഫണ്ടാണ്. ലിക്വിഡ് ഫണ്ടിന് പറയുന്ന മറ്റൊരു പേരാണ് മണി മാർക്കറ്റ് സ്കീം എന്ന് പറയുന്നത്. ദീസ് ഫണ്ട് പ്രൊവൈഡ് ഈസി ലിക്വിഡിറ്റി ആണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള അട്രാക്ഷൻ. അതേപോലെ ഇൻവെസ്റ്റ് ഷോർട്ട് ടേം ഇൻസ്ട്രുമെൻറ്റ്, ട്രഷറി ബില്ല്, ഇൻ്റർ ബാങ്ക്, കോൾ മണി മാർക്കറ്റ്, CP, അതേപോലെ CD, ഇതിലൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നതാണ് ലിക്വിഡ് ഫണ്ട് എന്ന് പറയുന്നത്. ഇതിൻ്റെ ആ ഒരു ടൈം ഹൊറിസോൺ എന്ന് പറയുന്നത് 1 day മുതൽ 3 months വരെ ആയിരിക്കും. ഇവിടെ റിസ്ക് ആൻഡ് റിട്ടേൺ എന്ന് പറയുന്നത് ലോ ആയിരിക്കും. അതേപോലെ തന്നെ സേഫ് ആയിട്ടുള്ള ഒരു മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് കൂടിയാണ് ലിക്വിഡ് ഫണ്ട്. ദെൻ നെക്സ്റ്റ് വരുന്നത് ബാലൻസ്ഡ് ഫണ്ടാണ്. പേരിൽ പറയുന്ന പോലെ തന്നെ മിക്സ്, ഇക്വിറ്റി ആൻഡ് ഡെപ്റ്റ് ഫണ്ടിൻ്റെ മിക്സ് ആയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇവിടെ ഇക്വിറ്റിയും ഉണ്ട്, അതേപോലെ തന്നെ ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസും വരുന്നുണ്ട്. ആ രണ്ടിൻ്റെയും ഒരു മിക്സ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇക്വിറ്റിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അവിടെ ഗ്രോത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഡെപ്റ്റാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ സ്റ്റെബിലിറ്റി ഇൻ റിട്ടേണുമാണ് എൻഷുർ ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ബൈ ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ്സിൻ്റെ ബേസിലാണ്. അവിടെ വരുന്നത് ഗ്രോത്ത് സ്കീം, ഇൻകം സ്കീം, ബാലൻസ്ഡ് സ്കീം, മണി മാർക്കറ്റ് സ്കീം, അതേപോലെ ഇൻഡെക്സ് സ്കീം. ഫസ്റ്റ് വൺ വരുന്നത് ഗ്രോത്ത് സ്കീമാണ്. ഗ്രോത്ത് സ്കീം എന്ന് പറയുമ്പോൾ അവിടെ ഇങ്ങനെ പറയുന്ന മറ്റൊരു പേര് ഇക്വിറ്റി സ്കീമാണ്. അപ്പോൾ ഇതിന് മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്ത അതേ പോയിൻ്റ് തന്നെ നമുക്ക് ഇവിടെയും റിപ്പീറ്റ് ചെയ്താൽ മതി. ഗ്രോത്ത് സ്കീം എന്ന് പറയുമ്പോൾ ഇറ്റ് പ്രൊവൈഡ് ക്യാപിറ്റൽ അപ്രീസിയേഷൻ ഓവർ മീഡിയം ടു ലോങ് ടേം. ഇക്വിറ്റിയാണ്, അപ്പോൾ ലോങ് ടേം പീരീഡിലേക്കാണ് ആ ഒരു ഫണ്ട് അതിൻ്റെ മെയിനായിട്ടുള്ള മൊബിലൈസേഷൻസ് വരുന്നത്. സെക്കൻഡ് വൺ വരുന്നത് ഇൻകം സ്കീമാണ്. അവിടെ ഡെപ്റ്റ് സ്കീമുകളാണ് ഉപയോഗിക്കുന്നത്. സ്റ്റഡി ഇൻകം എക്സ്പെക്റ്റ് ചെയ്യുന്ന, റെഗുലർ ഇൻകം എക്സ്പെക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഇൻവെസ്റ്റേഴ്സാണ് മെയിനായിട്ട് അവിടെ ഉണ്ടായിരിക്കുക. ക്യാപിറ്റൽ അപ്രീസിയേഷൻ എന്ന് പറയുന്നത് അവിടെ ഇങ്ങനെ ലിമിറ്റഡ് ആയിരിക്കും. ബോണ്ടോ അതല്ലെങ്കിൽ ഡിബഞ്ചേഴ്സിലൊക്കെയാണ് അവിടുത്തെ മെയിനായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് ബാലൻസ്ഡ് സ്കീമാണ്. അവിടെ ഇങ്ങനെ ബാലൻസ് ചെയ്യുമ്പോൾ എന്ന് പറയുമ്പോൾ ഇക്വിറ്റിയും അതേപോലെ തന്നെ ഗ്രോത്തും ഇൻകവും കിട്ടുന്ന രീതിയിൽ നമ്മൾ ഒരേ രീതിയിൽ ഇക്വിറ്റിയും അതേപോലെ ഡെപ്റ്റും ഒരുമിച്ച് യൂസ് ചെയ്യുന്നതാണ് ബാലൻസ്ഡ് സ്കീമിൽ വരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് ഇൻഡെക്സ് സ്കീമാണ്. ഇൻഡെക്സ് സ്കീമിൽ വരുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ മ്യൂച്വൽ ഫണ്ട് വിച്ച് ഇൻവെസ്റ്റ് ഇൻ സെക്യൂരിറ്റീസ് ഇൻ ദി ഇൻഡെക്സ്
ഇറ്റ് ഈസ് ബേസ്ഡ് ഇപ്പോൾ BSE സെൻസെക്സ് അല്ലെങ്കിൽ നിഫ്റ്റി ഈ രീതിയിലുള്ള ഇൻഡെക്സ് സ്കീമിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് ഇതിൽ വരുന്നത് ഇൻഡെക്സ് സ്കീം എന്ന് പറയുന്ന മ്യൂച്വൽ ഫണ്ടിൽ വരുന്നത്. സെയിം പ്രപ്പോർഷൻ ഓഫ് ദ കമ്പനി ആൻഡ് വെയിറ്റേജ് ആയിട്ടാണ്. അതേപോലെ ഇവിടെ ഇൻഡെക്സ് ഫണ്ട് ഫോളോ പാസീവ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി ആയിരിക്കും. പാസീവ് എന്ന് പറയുമ്പോൾ അവിടെ ഇങ്ങനെ ഒരു ഫണ്ട് മാനേജർ ഒരു പോർട്ട്ഫോളിയോ ഇൻഡെക്സിനെ ബേസ് ചെയ്തിട്ട് ഉണ്ടായിരിക്കും. അത് ഫോളോ ചെയ്തുകൊണ്ടാണ് ഇൻവെസ്റ്റേഴ്സ് അവിടെ ഇങ്ങനെ സെക്യൂരിറ്റി ഫണ്ടുകൾ അല്ലെങ്കിൽ യൂണിറ്റുകൾ സ്റ്റോക്ക് വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്നത്. പിന്നെ ഒന്ന് പറയുന്നത് മണി മാർക്കറ്റ് സ്കീമാണ്. മണി മാർക്കറ്റ് സ്കീമിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത് ലിക്വിഡിറ്റി, പ്രിസർവേഷൻ ഓഫ് ക്യാപിറ്റൽ ആൻഡ് മോഡറേറ്റ് ഇൻകം ജനറേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള സ്കീമാണ്. ഇത്രയാണ് ഒബ്ജക്റ്റീവ്സിൻ്റെ ബേസിൽ വരുന്നത്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ, അതായത് SIP. ഇത് വെരി പോപ്പുലറായിട്ടുള്ളതാണ്. അതേപോലെ തന്നെ സക്സസ്ഫുൾ ഓപ്ഷൻ ഫോർ മ്യൂച്വൽ ഫണ്ട് ഹൗസ് ഇൻ ഇന്ത്യ. ഇവിടെ SIP അതായത് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ എന്ന് പറയുമ്പോൾ ഒരു റെഗുലർ സേവിങ് പ്ലാനാണ്. ദാറ്റ് ബൈ ഡയറക്റ്റ്ലി ഇൻ ടു യൂണിറ്റ് ട്രസ്റ്റ്. ഇപ്പോൾ മ്യൂച്വൽ ഫണ്ട് എന്നൊക്കെ നമ്മൾ ഡയറക്റ്റായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ ഒരു റെഗുലറായിട്ട് ഉള്ള ഒരു സേവിങ് എന്നുള്ള രീതിയിൽ ചെയ്യുന്നതിനെയാണ് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ യൂഷ്വലി മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് ഫോർ മന്ത്ലി കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് INR 500. അതിപ്പോൾ US ഡോളറിൽ ഒരു 7.1 അത്രയാണ് മാക്സിമം ഇവിടെ ഇന്ത്യയിൽ ഈ ഒരു ട്രാൻസാക്ഷൻസ് നടക്കുന്നത്. ഇത് ഫ്ലെക്സിബിലിറ്റി ഓഫർ ചെയ്യുന്ന ഒന്നാണ്. അതേപോലെ ഫണ്ട് ഹൗസ് ദാറ്റ് ഓഫർ ദീസ് പ്രോഡക്റ്റ് ഓൾസോ പ്രൊവൈഡ് ബോൾട്ട് ഓൺ എക്സ്ട്രാ. ഇതിൻ്റെ കുറച്ച് ബെനിഫിറ്റ് കൂടെ ഉണ്ട്. ദ എബിലിറ്റി ടു ഇൻക്രീസ് മന്ത്ലി കോൺട്രിബ്യൂഷൻ ആനുവലി ഓർ ഫ്രം ടൈം ടു ടൈം. അപ്പോൾ നമ്മൾ മന്ത്ലി ഒരു ഇൻസ്റ്റാൾമെൻറ്റ് എന്നുള്ള രീതിയിലൊക്കെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഇതിൽ, ആ ഒരു തരത്തിലുള്ള പ്ലാനാണ് ഇതിൽ വരുന്നത്. ഇത് അലേർട്ട്. നെക്സ്റ്റ് ഇതിൽ നമുക്ക് പറയാനുള്ളത് അലേർട്ട് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനാണ്. ഇവിടെ ഫണ്ട് ഹൗസ് ഇഷ്യൂ അലേർട്ട് ടു ദ സബ്സ്ക്രൈബർ ടു ബൈ ഓർ മോർ വെൻ മാർക്കറ്റ് ആർ ഡൗൺ. ഇപ്പോൾ മാർക്കറ്റ് ഡൗൺ ആവുന്ന സമയത്ത് കൂടുതലായിട്ട് സ്റ്റോക്ക് അല്ലെങ്കിൽ യൂണിറ്റ് വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു അലേർട്ട് കൊടുക്കുന്ന രീതിയിലാണ്. നെക്സ്റ്റ് വൺ വരുന്നത് പെർപെച്വൽ ആണ്. ഇവിടെ ഇങ്ങനെ നോ എൻഡ് ഡേറ്റ് ഈസ് സെലക്റ്റഡ് ഫോർ ദ ടേം ഓഫ് കോൺട്രിബ്യൂഷൻസ് അലൗവിങ് സബ്സ്ക്രൈബേഴ്സ് ടു മെയിൻറ്റെയിൻ ദെയർ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ ഫോർ ആസ് ലോങ് ആസ് ഷോർട്ട് ആസ് ദ വിഷ്. ഇവിടെ ഇങ്ങനെ മെയിനായിട്ട് അവിടെ നോ എൻഡ് ഡേറ്റ്, അവിടെ ഒരു എൻഡ് ഡേറ്റ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു SIPയുടെ സക്സസ് എന്ന് പറയുന്നത് അച്ചീവ് ചെയ്തത് ഫോളോയിങ് വൈഡ് സ്പ്രെഡ് മാർക്കറ്റിങ്ങും അതേപോലെ സപ്പോർട്ടുമാണ്. അതോട് തന്നെ ഒരു വലിയ രീതിയിലുള്ള ഒരു സക്സസ് തന്നെ ഇന്ത്യൻ മാർക്കറ്റിൽ നമുക്ക് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിൻ്റേതായിട്ട് കാണാൻ പറ്റും. ഓൾ ഫണ്ട് ഹൗസ് ഓഫർ ദീസ് പ്രോഡക്റ്റ്. എല്ലാ ഫണ്ട് ഹൗസിൽ നിന്നും നമുക്കിത് പർച്ചേസ് ചെയ്യാൻ പറ്റും. അതേപോലെ ബാങ്കിൽ നിന്നൊക്കെ സ്ട്രോങ്ലി എൻകറേജ് ചെയ്യുന്ന ഒരു പ്ലാനാണ് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ എന്ന് പറയുന്നത്. വെൻ യൂസിങ് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ ഇൻ കൺജങ്ഷൻ വിത്ത് ഇക്വിറ്റി ലിങ്ക്ഡ് സേവിങ്സ് സ്കീമും കൂടെ രണ്ടും കൂടെ നമ്മൾ കൺജങ്ഷനായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ടാക്സ് അഡ്വാൻറ്റേജസ് ഒക്കെയാണ് ഇപ്പോൾ ഗവൺമെൻറ് ഓഫർ ചെയ്യുന്നത്. ദെൻ ഇതിൽ നമുക്ക് നോക്കാനുള്ളത് ടാക്സ് സേവിങ് സ്കീമാണ്. ടാക്സ് സേവിങ് സ്കീമിൽ പറയുന്നത് this scheme offer the tax rebate to investors under specific provision of the Income Tax Act 1961. ഇപ്പോൾ ഗവൺമെൻറ് ഓഫർ ടാക്സ് ഇൻസെൻറ്റീവ് ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ എ സ്പെസിഫിക്. ഇപ്പോൾ നമ്മൾ ഇക്വിറ്റി ലിക്വിഡ് സേവിങ്സ് സ്കീമിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു ഗവൺമെൻറ് ഓഫർ ചെയ്യുന്ന ഓരോ ടാക്സ് ബെനിഫിറ്റ് ടാക്സ് റിലീഫ് നമുക്ക് ഇവിടെ കിട്ടുന്നതാണ്. ഇപ്പോൾ പെൻഷൻ സ്കീമിലൊക്കെ ഇതേപോലെ ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു ടാക്സ് ബെനിഫിറ്റ് ഓഫർ ലോഞ്ച് ആയിട്ടുള്ള ഒരു പ്ലാനാണ് പെൻഷൻ സ്കീമൊക്കെ വരുന്നത്. ഇതൊക്കെ നമുക്ക് മന്ത്ലി അങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മൊബിലൈസേഷൻ നടത്താൻ പറ്റുന്ന ഒരു സംഭവമാണ്. അതേപോലെ ഇതിൻ്റെ ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റിയോടൊപ്പം തന്നെ റിസ്ക് വളരെ ലോ ആണ്. ദ നെക്സ്റ്റ് വൺ വരുന്നത് ആർബിട്രേജ് ഫണ്ടാണ്. ആർബിട്രേജ് ഫണ്ട് ഇറ്റ് ഹെൽപ്പ് ടു പ്രൊട്ടക്റ്റ് അഗെയിൻസ്റ്റ്
മാർക്കറ്റ് വൊളാറ്റിലിറ്റി. ആർബിട്രേജ് ഫണ്ട് ബൈ ഇക്വിറ്റി ഇൻ ദ ക്യാഷ് മാർക്കറ്റ് ആൻഡ് സൈമിൾട്ടേനിയസ്ലി സെൽ ഇൻ ദ ഫ്യൂച്ചർ മാർക്കറ്റ്. ഇപ്പോൾ ക്യാഷ് മാർക്കറ്റിൽ നിന്ന് വാങ്ങിയിട്ട് നമ്മൾ ഫ്യൂച്ചർ മാർക്കറ്റിൽ വിൽക്കുക. ആ ഒരു പ്രൈസ് വേരിയേഷനിൽ വരുന്ന ആ ഒരു ഡിഫറൻസ് നമുക്ക് അവിടെ ഇങ്ങനെ പ്രോഫിറ്റായിട്ട് ബെനിഫിറ്റായിട്ട് വരുന്നു എന്നുള്ളതാണ് മെയിനായിട്ട് ഇതിൽ വരുന്നത്. ഇറ്റ് ഈസ് എ യൂണിക് അസറ്റ് ക്ലാസ്. അപ്പോൾ സെയിം ക്ലാസ്സിൽ പെട്ട അസറ്റുകൾ നമുക്ക് ഒരേ സമയത്ത് ഇവിടെ ഈ ഒരു മാർക്കറ്റിൽ വാങ്ങിയിട്ട് അടുത്തൊരു മാർക്കറ്റിൽ വിൽക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ് ലഭ്യമാണ്. ദ നെക്സ്റ്റ് വരുന്നത് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് ETF ആണ്. ന്യൂ വെറൈറ്റി ഓഫ് മ്യൂച്വൽ ഫണ്ടാണ്. ഇത് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1993-ലാണ്. സം ടൈം ഇതിനെ നമുക്ക് ഒരു ടാക്സ് എഫിഷ്യൻറ്റ് എന്നുള്ള രീതിയിലും ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും. അതായത് ട്രഡീഷണൽ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിനെ അപേക്ഷിച്ച് ഒരു ടാക്സ് എഫിഷ്യൻ്റ് ആയിട്ടുള്ള സ്കീമാണ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടിൽ വരുന്നത്. ഇതേപോലെ തന്നെ ETF ഹാവ് മെയ്ഡ് സ്മാളർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റിയലൈസ്ഡ് ആൻഡ് ടാക്സബിൾ ക്യാപിറ്റൽ ഇൻകം ദാൻ മോസ്റ്റ് മ്യൂച്വൽ ഫണ്ട്. പിന്നെ മറ്റൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ദേ ആർ ലിസ്റ്റഡ് ആണ്. അതേപോലെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴി ലിസ്റ്റ് ചെയ്ത് ട്രേഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ സ്റ്റോക്കിൻ്റെ ഇങ്ങനെയാണ് ചെയ്യുന്നത്, ആ രീതിയിൽ നടത്തുന്ന ഒരു മ്യൂച്വൽ ഫണ്ടാണ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്. ജനറലി ETF ഇൻവെസ്റ്റ് ഇൻ എ ബാസ്ക്കറ്റ് ഓഫ് ദ സ്റ്റോക്ക് ട്രൈ ടു ഇമിറ്റേറ്റ് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സ്. ഇപ്പോൾ നമ്മൾ S&P CNX നിഫ്റ്റി BSE ഇൻഡെക്സ് ഒക്കെ നോക്കിയിട്ടുള്ള വാല്യൂഷൻ നമ്മൾ കണ്ടു. അതേ രീതിയിൽ മ്യൂച്വൽ ഫണ്ട് ആ ഒരു രീതിയിൽ തന്നെ മ്യൂച്വൽ ഫണ്ട് ട്രാൻസാക്ഷൻസ് നടത്തുന്നതാണ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് ETF എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് ഗോൾഡ് എക്സ്ചേഞ്ച് ട്രേഡഡ് സ്കീം. ഗോൾഡ് എക്സ്ചേഞ്ച് ട്രേഡഡ് സ്കീം. ഇവിടെ സെബി ആണ് റീസെൻ്റ്ലി ഇത് അമെൻഡ് ചെയ്ത് ഇതിൻ്റെ റെഗുലേഷൻസും ഒക്കെ കൊണ്ടുവന്നിട്ടുള്ളത്. രണ്ട് മ്യൂച്വൽ ഫണ്ട്, അതായത് UTI മ്യൂച്വൽ ഫണ്ടും അതേപോലെ ബെഞ്ച് മാർക്ക് മ്യൂച്വൽ ഫണ്ടും ആണ് ഇത് പ്രകാരം ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ദീസ് ഫണ്ട് ഗോട്ട് ലിസ്റ്റഡ് ഓൺ ദി നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഇത് രണ്ടും നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. ഗോൾഡ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് യൂണിറ്റ് ഈസ് ലൈക്ക് ആസ് എ മ്യൂച്വൽ ഫണ്ട് യൂണിറ്റ് ബാക്ക്ഡ് ബൈ ഗോൾഡ്. അതായത് ഇവിടെ അണ്ടർലൈങ് അസറ്റ് എന്ന് പറയുന്നത് ഗോൾഡാണ്. ഗോൾഡിൻ്റെ മുകളിൽ നമ്മൾ എന്ത് നടത്തുന്നു, ട്രാൻസാക്ഷൻ നടത്തുകയാണ്. ഹെൽഡ് മോസ്റ്റ്ലി ഇൻ ദി ഡിമാറ്റ് ഫോമിലാണ് ഇതിൻ്റെ ട്രാൻസാക്ഷൻസ് ഒക്കെ വരുന്നത്. ആൻഡ് ഇൻവെസ്റ്റർ വുഡ് ഗെറ്റ് സെക്യൂരിറ്റി സർട്ടിഫിക്കറ്റ്. ഈ ഒരു ട്രാൻസാക്ഷനിൽ നമുക്ക് സെക്യൂരിറ്റി സർട്ടിഫിക്കറ്റ് ഇൻവെസ്റ്റേഴ്സിന് ഉണ്ടായിരിക്കും. മ്യൂച്വൽ ഫണ്ട് റണ്ണിങ് ദ ഗോൾഡ് ETF ആണ്. അത് ഓണർഷിപ്പ് പർട്ടിക്കുലർ ഓണർഷിപ്പ് ഒക്കെ ഡിഫൈൻ ചെയ്തുകൊണ്ടുള്ള സർട്ടിഫിക്കറ്റ് ആയിരിക്കും. പിന്നെ ഈ ഒരു GETFൻ്റെ മറ്റൊരു പ്രത്യേകത ദേ ആർ ഡിസൈൻ ടു ഓഫർ ഇൻവെസ്റ്റേഴ്സ് എ മീൻസ് ഓഫ് പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദ ഗോൾഡ് ബുള്ളിയൻ മാർക്കറ്റ്. അപ്പോൾ നമ്മുടെ കയ്യിൽ നെസസറി അവിടെ ഇങ്ങനെ ഫിസിക്കൽ ഡെലിവറി ഓഫ് ഗോൾഡ് ചെയ്തിട്ടില്ലെങ്കിൽ കൂടെ ഡിമാറ്റ് അക്കൗണ്ട് വഴി എമൗണ്ട് എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു ബുള്ളിയൻ മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ്. ആൻഡ് ടു ബൈ ആൻഡ് സെൽ ത്രൂ ട്രേഡിംഗ് ഓഫ് സെക്യൂരിറ്റി ഓൺ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അവിടെ ഇങ്ങനെ നമുക്ക് വിത്തൗട്ട് നെസസറി ഓഫ് ടേക്കിംഗ് ഫിസിക്കൽ ഡെലിവറി ഇല്ലാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ഇങ്ങനെ ബൈയിങ് ആൻഡ് സെല്ലിങ് നടത്താൻ പറ്റും എന്നുള്ളതാണ്. സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്തുകൊണ്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അവിടെ മെയിനായിട്ട് ഇവിടെ ഇങ്ങനെ കണ്ടീഷൻ എന്ന് പറയുന്നത് അവിടെ അണ്ടർലൈങ് അസറ്റ് എന്തായിരിക്കണം, ഒന്ന് ഗോൾഡ് ആയിരിക്കണം, അതല്ലെന്നുണ്ടെങ്കിൽ ഗോൾഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻ്റ് ആയിരിക്കണം. അപ്പോൾ ഈ ഒരു ഗോൾഡ് എക്സ്ചേഞ്ച് ട്രേഡ് സ്കീമുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഫോളോ ചെയ്യുന്നുണ്ട്, സെബി ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ആ ഒരു പോയിൻ്റ് കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ വരുന്നത് ദ ഫണ്ട് ഓഫ് എനി സച്ച് സ്കീം ഷുഡ് ബി ഇൻവെസ്റ്റഡ് ഓൺലി ഇൻ ഗോൾഡിലോ അല്ലെങ്കിൽ ഗോൾഡ് റിലേറ്റഡ് ഇൻസ്ട്രുമെൻറ്റിലോ ഇൻവെസ്റ്റ് ചെയ്തത് മാത്രമാണ് നമുക്ക് ഇവിടെ ഇങ്ങനെ ഈ ഒരു സ്കീം വഴി എക്സ്ചേഞ്ച് നടത്താൻ കഴിയുള്ളൂ. അതേപോലെ തന്നെ നെക്സ്റ്റ് പോയിൻ്റ് പറയുന്നത് പെൻഡിങ് ഡിപ്ലോയ്മെൻറ്റ് ഓഫ് fund in accordance with clause A. The mutual fund may invest such a fund in short-term deposit of a scheduled commercial bank. അപ്പോൾ ബാങ്ക് വഴിയാണ് അതിൻ്റെ ട്രാൻസാക്ഷൻസ് ഒക്കെ വരുന്നത്. ഈ രണ്ട് ഒരു കണ്ടീഷൻസ് അവിടെ ഫോളോ ചെയ്തുകൊണ്ട് മാത്രമാണ് നമുക്ക് GETFൽ ആ ഒരു സ്കീം യൂസ് ചെയ്തുകൊണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. നെക്സ്റ്റ് വൺ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഗോൾഡ് ഡെപ്പോസിറ്റ് സ്കീമാണ്, GDS. സെബി ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് GDS ഓഫ് ബാങ്ക് ആസ് വൺ സച്ച് ഗോൾഡ് റിലേറ്റഡ് ഇൻസ്ട്രുമെൻ്റ് തന്നെയാണ് ഇതിലും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഗോൾഡ് ഡെപ്പോസിറ്റ് സ്കീം ഓഫ് ബാങ്ക് ബൈ ഗോൾഡ് ETF ഓഫ് മ്യൂച്വൽ ഫണ്ട് വിൽ ബി സബ്ജക്റ്റ് ടു ദ ഫോളോയിങ് കണ്ടീഷൻ.
3 പോയിന്റുകളാണ് അവിടെ ഇങ്ങനെ കണ്ടീഷൻസ് ആയിട്ട് പറയുന്നത്. ഫസ്റ്റ് വൺ പറയുന്നത് ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് 20% ഓഫ് ടോട്ടൽ അസറ്റിനേക്കാൾ കൂടാൻ പാടില്ല. അതായത് ഗോൾഡ് ഡെപ്പോസിറ്റ് സ്കീമിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് വിൽ നോട്ട് എക്സീഡ് 20% ഓഫ് ടോട്ടൽ അസറ്റ്. ദ നെക്സ്റ്റ് വൺ വരുന്നത് ബിഫോർ ഇൻവെസ്റ്റിംഗ് GDS ഓഫ് ബാങ്ക് മ്യൂച്വൽ ഫണ്ട് ഷോൾ പുട്ട് ഇൻ പ്ലേസ് എ റിട്ടേൺ പോളിസി. അതായത് ഇതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷനൊക്കെ മെൻഷൻ ചെയ്യുന്ന രീതിയിൽ ഒരു പോളിസി അവിടെ ഇങ്ങനെ എഴുതി തയ്യാറാക്കിയിട്ടുണ്ടായിരിക്കണം ആൾറെഡി. ദ നെക്സ്റ്റ് വൺ വരുന്നത് ഗോൾഡ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരിക്കണം ബാങ്ക്. അതായത് ഇൻ റെസ്പെക്റ്റ് ഓഫ് ദി ഇൻവെസ്റ്റ്മെൻറ്റ് മെയ്ഡ് ബൈ ഗോൾഡ് ETF ഇൻ GDSയിലേക്ക് ആ ഒരു ETF പ്രകാരം നമ്മൾ ഗോൾഡ് ഡെപ്പോസിറ്റ് സ്കീമിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കും. ഡീമെറ്റീരിയലൈസ്ഡ് ഫോമിൽ മാത്രമാണ് അതിൻ്റെ ട്രാൻസാക്ഷൻസ് നടക്കുന്നുള്ളൂ. ഇനി നമുക്ക് നോക്കാനുള്ളത് അതർ ടൈപ്പ് ഓഫ് മ്യൂച്വൽ ഫണ്ടാണ്. ഇതിൽ ഫസ്റ്റ് വൺ ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഉണ്ട്. അതിൽ മണി മാർക്കറ്റ് ഫണ്ട്, ബോണ്ട് ഫണ്ട്, സ്റ്റോക്ക് ഫണ്ട്, ബാലൻസ്ഡ് ഫണ്ട്, അസറ്റ് അലോക്കേഷൻ ഫണ്ടൊക്കെയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ 2-3 നമ്മൾ ഇതിന് മുന്നേ ഡിസ്കസ് ചെയ്തു. അവിടെ ഡിസ്കസ് ചെയ്യാത്ത പോയിന്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ വരുന്നത് അസറ്റ് അലോക്കേഷൻ ഫണ്ടാണ്. അസറ്റ് അലോക്കേഷൻ ഫണ്ടിൽ ദ മാനേജർ വിൽ ഡൈവേഴ്സിഫൈ ദ അസറ്റ് എമംഗ് ഈച്ച് കാറ്റഗറി. അപ്പോൾ നമ്മൾ ടോട്ടൽ അസറ്റിനെ ഒരു മാനേജർ എന്ത് ചെയ്യുക, ഡിഫറെൻറ്റ് ക്ലാസ്സസ് ആയിട്ട് അവിടെ ഇങ്ങനെ അലോക്കേറ്റ് ചെയ്യുക. അപ്പോൾ ക്യാഷ്, ബോണ്ട്, സ്റ്റോക്ക്, ആ രീതിയിൽ ആ ഒരു പോർട്ട്ഫോളിയോ സ്ട്രാറ്റജി അയാൾ തിരിക്കുക. ആ ഒരു മാനേജർ ആ ഒരു പോർട്ട്ഫോളിയോ തീരുമാനിക്കുക, എത്ര പോർഷൻ ക്യാഷ്, എത്ര ബോണ്ട്, എത്ര സ്റ്റോക്ക്, ആ രീതിയിൽ. ഇതിനെയാണ് അസറ്റ് അലോക്കേഷൻ ഫണ്ട്. ദ മാനേജർ വിൽ റീഡിസ്ട്രിബ്യൂട്ട് ദ വെയ്റ്റിംഗ് അക്കോർഡിംഗ് ടു മാർക്കറ്റ് കണ്ടീഷൻ. അപ്പോൾ മാർക്കറ്റ് കണ്ടീഷൻ അനുസരിച്ചിട്ടാണ് ഇതിലെ വെയിറ്റേജ് തീരുമാനിക്കുന്നത്. അസറ്റ് അലോക്കേഷൻ ഫണ്ട് ആർ യൂഷ്വലി മെയ്ഡ് അപ്പ് ഓഫ് എ കോമ്പിനേഷൻ ഓഫ് അതർ മ്യൂച്വൽ ഫണ്ട് വിത്തിൻ ദ സെയിം ഫണ്ട് ഫാമിലി. അപ്പോൾ നേരത്തെ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത മ്യൂച്വൽ ഫണ്ടിൽ 1-2 ക്ലാസ്സസോ അതല്ലെങ്കിൽ സെയിം കാറ്റഗറിയിലോ വരുന്ന ഒന്നിൽ കൂടുതൽ മ്യൂച്വൽ ഫണ്ടിൻ്റെ ഒരു കോമ്പിനേഷനാണ് ഇവിടെ ഉണ്ടായിരിക്കുക. അപ്പോൾ ക്യാഷ്, ബോണ്ട്, സ്റ്റോക്ക്, ഇത് 3ഉം വരുന്നൊരു കാറ്റഗറിയാണ് അസറ്റ് ക്ലാസ്. അപ്പോൾ ഇതിൽ സ്റ്റോക്കിൽ വരുമ്പോൾ അവിടെ ഇക്വിറ്റിയോ ഡെപ്റ്റോ ആവാം. അതേപോലെ ബോണ്ട്, ഡിബഞ്ചറും ബോണ്ടും ഉപയോഗിക്കാം. അതേപോലെ ഗോൾഡ്, അത്തരത്തിലുള്ള ഡിഫറൻ്റ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ടിൻ്റെ ഒരു കോമ്പിനേഷനാണ് അസറ്റ് അലോക്കേഷൻ ഫണ്ടിൽ വരുന്നത്. ആസ് എ മാർക്കറ്റ് കണ്ടീഷൻ ചേഞ്ച് ദ മാനേജർ ഹാസ് ദി ഡിസ്ക്രിയേഷൻ ടു റെഡ്യൂസ് വൺ ഫണ്ട് ആൻഡ് ഇൻക്രീസ് ഇൻ അനദർ. അപ്പോൾ ആ ഒരു മാർക്കറ്റ് ചേഞ്ചസ് അനുസരിച്ച് ഇപ്പോൾ ക്യാഷിലുള്ളത് കുറച്ച് മറ്റുള്ള ഏതെങ്കിലും കൂടുതലായിട്ട്, അതൊക്കെ അയാളുടെ ഡിസ്ക്രിയേഷണറി എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് അയാൾക്ക് തീരുമാനിക്കാം. ജസ്റ്റ് അബൌട്ട് ഓൾ മ്യൂച്വൽ ഫണ്ട് ഫാമിലി അലോ യു ടു സ്വിച്ച് ബിറ്റ്വീൻ ഫണ്ട് ഇൻ ദ സെയിം ഫാമിലി ആൻഡ് ക്ലാസ്. അപ്പോൾ നമ്മൾ ഒരു ക്ലാസ്സിൽ നിന്ന് മറ്റൊരു ക്ലാസ്സിലേക്ക്, അപ്പോൾ ഇതിൽ കുറവായിരുത്തി അതിൽ കൂട്ടുക, ആ രീതിയിലുള്ള ഒരു പോർട്ട്ഫോളിയോ നമുക്ക് അറേഞ്ച് ചെയ്യാം. അതിന് പ്രത്യേകിച്ച് എക്സ്ട്രാ വിത്തൗട്ട് ഇൻകറിങ് എനി കോസ്റ്റ്. അതായത് ഒരു ക്ലാസ്സിൽ നിന്ന് മറ്റൊരു ക്ലാസ്സിലേക്ക് ട്രാൻസാക്ഷൻ ചേഞ്ച് ചെയ്യുന്നതിൽ ഇവിടെ ഇങ്ങനെ എക്സസ് ചാർജ് വരുന്നില്ല. നെക്സ്റ്റ് വൺ വരുന്നത് ഇൻഫ്രാസ്ട്രക്ചറൽ ഡെപ്റ്റ് സ്കീമാണ്. ഇൻഫ്രാസ്ട്രക്ചർ ഡെപ്റ്റ് സ്കീം എന്ന് പറയുമ്പോൾ മെയിനായിട്ട് ഫണ്ട് ഇൻ ടു ദ ഇൻഫ്രാസ്ട്രക്ചർ സെക്ടറിലാണ് അവിടെ ഇങ്ങനെ ഫണ്ട് മൊബിലൈസേഷൻ വരുന്നത്. ഇൻഫ്രാസ്ട്രക്ചർ ഡെപ്റ്റ് സ്കീം മീൻസ് മ്യൂച്വൽ ഫണ്ട് സ്കീം ഇൻവെസ്റ്റ് പ്രൈമർലി, അതായത് 90% ഡെപ്റ്റ് സെക്യൂരിറ്റി അല്ലെങ്കിൽ സെക്യൂരിറ്റൈസ്ഡ് ഡെപ്റ്റ് ഇൻസ്ട്രുമെൻ്റ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചറൽ കമ്പനി. ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്രൊജക്റ്റോ അല്ലെങ്കിൽ സ്പെസിഫിക് പർപ്പസോ ആണെങ്കിൽ അതും ഒരു ഇൻഫ്രാസ്ട്രക്ചറൽ ക്യാപിറ്റൽ കമ്പനീസിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതിനുള്ള ഒരു മൊബിലൈസേഷൻ, അത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റിനെയാണ് ഇൻഫ്രാസ്ട്രക്ചർ ഡെപ്റ്റ് ഫണ്ട് സ്കീം എന്ന് പറയുന്നത്. ഇൻ ഇന്ത്യയിൽ IDF ക്യാൻ ബി സെറ്റപ്പ് എയ്തർ ആസ് എ ട്രസ്റ്റ് ഓർ ആസ് എ കമ്പനി. ഇന്ത്യയിൽ ഇത് ഒന്നുകിൽ ട്രസ്റ്റായിട്ടോ അതല്ലെങ്കിൽ ആസ് എ കമ്പനി എന്നുള്ള രീതിയിലാണോ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ട്രസ്റ്റ് എന്നുള്ള രീതിയിലാണ് ചെയ്യുന്നത് എങ്കിൽ ഇറ്റ് വുഡ് ബി ആസ് എ മ്യൂച്വൽ ഫണ്ട്. മ്യൂച്വൽ ഫണ്ടായിട്ടാണ് അത് ചെയ്യുക. അതപ്പോൾ റെഗുലേറ്റ് ചെയ്യുന്നത് സെബി ആയിരിക്കും. സച്ച് ഫണ്ട് അപ്പോൾ അതിന് പറയുന്ന പേരാണ് IDF മ്യൂച്വൽ ഫണ്ട്. അതായത് ഇൻഫ്രാസ്ട്രക്ചർ ഡെപ്റ്റ് ഫണ്ട് മ്യൂച്വൽ ഫണ്ട് ത്രൂ ട്രസ്റ്റ് വഴിയാണ് ചെയ്യുന്നതെങ്കിൽ. The mutual fund would issue a rupee denominated unit of 5 years maturity to raise a fund for the infrastructural project.
ഇഫ് ഇറ്റ് ഈസ് സെറ്റപ്പ് ആസ് എ കമ്പനി. ഇപ്പോൾ നമ്മൾ കമ്പനി എന്നുള്ള രീതിയിലാണ് ഇൻഫ്രാസ്ട്രക്ചർ ഡെപ്റ്റ് ഫണ്ട് സ്കീം സെറ്റപ്പ് ചെയ്തിരിക്കുന്നതെങ്കിൽ അവിടെ ഇങ്ങനെ നമ്മൾ NBFC എന്നുള്ള രീതിയിലാണ് അപ്പോൾ റെഗുലേറ്റ് ചെയ്യുന്നത് RBI ആയിരിക്കും. അതായത് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഇതാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ റെഗുലേറ്റ് ചെയ്യുന്നത് RBI ആയിരിക്കും. IDF ഗൈഡ് ലൈൻ ഓഫ് ദ RBI കം ഇൻറ്റു എക്സിസ്റ്റ് 2011-ലാണ് IDFുമായി റിലേറ്റഡ് ആയിട്ട് RBIയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഗൈഡ് ലൈനൊക്കെ വന്നിട്ടുള്ളത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് UTI ആണ്, യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ. ഇത് ഒരു പാർലമെൻറ്റിൽ ആക്ട് പാസ്സാക്കിയിട്ട് 1964-ലാണ് ഇത് എക്സിസ്റ്റ് ചെയ്തിട്ട് നിലവിൽ വന്നിട്ടുള്ളത്. ദ ട്രസ്റ്റ് വാസ് എസ്റ്റാബ്ലിഷ് ടു മൊബിലൈസ് ദ സേവിങ് ഓഫ് ദ കമ്മ്യൂണിറ്റി ബൈ വേ ഓഫ് സെയിൽ ഓഫ് യൂണിറ്റ് ആൻഡ് ഡിഫറെൻറ്റ് സ്കീം വഴി അല്ലെങ്കിൽ ഡിഫറെൻറ്റ് യൂണിറ്റ് സെയിൽസ് ചെയ്തുകൊണ്ട് ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്നും ഫണ്ട് മൊബിലൈസ് ചെയ്യുക അല്ലെങ്കിൽ സേവിങ് ഇൻക്രീസ് ചെയ്യിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് രൂപീകരിച്ചിട്ടൊരു ട്രസ്റ്റ്. അതാണ് ഇത് പാർലമെൻറ്റ് ഇതിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ആക്ട് പാസ്സാക്കിയിട്ടാണ് ഇത് ഫോം ചെയ്തിരിക്കുന്നത്. 1964 മുതലാണ് ഇത് ഫങ്ഷൻ ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത്. ഇറ്റ് ചാനലൈസ് ദ മൊബിലൈസ്ഡ് ഫണ്ട് ഇൻ ടു പ്രൊഡക്റ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ ആളുകളുടെ കയ്യിൽ നിന്നും സേവിങ് എന്നുള്ള രീതിയിൽ ഫണ്ട് കളക്ട് ചെയ്തിട്ട് അതിനെ പ്രൊഡക്റ്റീവായ രീതിയിലേക്ക് ചാനലൈസ് ചെയ്ത് കൊണ്ടുപോകാം. അതാണ് മെയിനായിട്ട് UTI ചെയ്യുന്നത്. UTI ആക്ട് 1964-ലെ ആക്ട് 1986-ൽ അമെൻമെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഈ അമെൻമെൻറ്റ് ചെയ്തത് പ്രകാരം ഇറ്റ് സ്റ്റാർട്ടഡ് എക്സ്റ്റെൻഡിങ് അസിസ്റ്റൻറ്റ് ടു കോർപ്പറേറ്റ് സെക്ടർ. അപ്പോൾ ഇത് വെറും ഫണ്ട് കളക്ഷൻ മൊബിലൈസിങ് എന്നുള്ളതിൽ മാത്രമായിരുന്നു 1964-ൽ ചെയ്തിരുന്നത്. ആക്ട് അമെൻഡ് ചെയ്തതിന് ശേഷം കോർപ്പറേറ്റ് സെക്ടറിനെ അസിസ്റ്റ് ചെയ്യുക, അതല്ലെങ്കിൽ അണ്ടർ റൈറ്റിംഗ് അതേപോലെ തന്നെ ടേം ലോണിനൊക്കെ കോർപ്പറേറ്റുകളെ ഹെൽപ്പ് ചെയ്യുന്ന ആ ഒരു ഫങ്ഷൻസ് കൂടെ 1986 ഓൺവേർഡ്സ് UTI ചെയ്യുന്നുണ്ട്. UTI സെറ്റപ്പ് ആസ് എ ട്രസ്റ്റ് വിത്തൗട്ട് ഓണർഷിപ്പ് ക്യാപിറ്റൽ ആൻഡ് വിത്ത് ആൻ ഇൻഡിപെൻഡൻറ്റ് ബോർഡ് ഓഫ് ട്രസ്റ്റി എന്നുള്ള രീതിയിലാണ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ബോർഡ് ഓഫ് ട്രസ്റ്റീസ് മാനേജ് ദ അഫിയർ ആൻഡ് ബിസിനസ് ഓഫ് UTI. UTI ഹാസ് എ വൈഡ് ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കാണ്. 54 ബ്രാഞ്ച് ഓഫീസുകളും 266 ചീഫ് റെപ്രസെൻറ്റേറ്റീവാണ്. അതേപോലെ 67,000 ഏജൻറ്റുകളും ഈ ഒരു UTIയിലുണ്ട്. UTI സെറ്റപ്പ് ആസ് എ ട്രസ്റ്റ് വിത്തൗട്ട് ഓണർഷിപ്പ് ക്യാപിറ്റൽ ആൻഡ് വിത്ത് ആൻ ഇൻഡിപെൻഡൻറ്റ് ബോർഡ് ഓഫ് ട്രസ്റ്റി എന്നുള്ള രീതിയിലാണ് ഇത് റൺ ചെയ്യുന്നത്. ബോർഡ് ഓഫ് ട്രസ്റ്റീസ് മാനേജ് ചെയ്യുന്നതാണ് UTIയുടെ ബിസിനസ്സൊക്കെ മാനേജ് ചെയ്യുന്നത്. UTI ഒരു ഏകദേശം 183 കളക്ഷൻ സെൻറ്ററുകളാണ് UTIക്കുള്ളത്. ഇനി നമുക്ക് നോക്കാനുള്ളത് UTIയുടെ ഒബ്ജക്റ്റീവ്സ് ആണ്. 3 ഒബ്ജക്റ്റീവ്സ് ആണുള്ളത്. ഫസ്റ്റ് വൺ വരുന്നത് ടു പൂൾ ദ ഇൻവെസ്റ്റബിൾ റിസോഴ്സസ്, മൊബിലൈസ് ചെയ്തത് ചാനലൈസ് ചെയ്യുക. നെക്സ്റ്റ് വൺ വരുന്നത് എനേബിൾ ദം ടു ഷെയർ ദ ബെനിഫിറ്റ് ആൻഡ് പ്രോസ്പെരിറ്റി ഓഫ് ദ റാപ്പിഡ്ലി ഗ്രോയിങ് ഇൻഡസ്ട്രിയലൈസേഷൻ ഇൻ ദ കൺട്രി. അപ്പോൾ ഇൻഡസ്ട്രിയലൈസേഷനെ ഹെൽപ്പ് ചെയ്യുക, അതോടൊപ്പം തന്നെ ആളുകളുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ മുകളിൽ അവർക്ക് എഫക്റ്റീവായിട്ടുള്ള ഒരു റിട്ടേണും പ്രൊവൈഡ് ചെയ്യുക. നെക്സ്റ്റ് വൺ വരുന്നത് സേഫ്റ്റി ഓഫ് സേവിങ് ഓഫ് ഇൻഡിവിജ്വൽ. ഡൈവേഴ്സിഫൈഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിൻ്റെ മുകളിൽ പ്രോപ്പറായിട്ടുള്ള ഒരു റിട്ടേൺ ഇൻവെസ്റ്റേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് UTI. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഫങ്ഷൻസ് ആണ്. ഫങ്ഷൻസിൽ പറയുന്നത് മൊബിലൈസ് ദ സേവിങ് ഓഫ് ദ റിലേറ്റീവ്ലി സ്മോൾ ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ചാനലൈസ് them into productive investment. The second one, distribute the large scale economy. The next one, encourage saving of lower and middle class people. Another one, investors in different part of the country sell unit. The next one, to give investor an opportunity to share the benefit and industrialization in the country, provide liquidity, accept discount purchase or sell bill of exchange, warehouse receipt, ഡോക്യുമെൻ്റ് ഓഫ് ദ ടൈറ്റിൽ ഓഫ് ഗുഡ്സ്. ഇതൊക്കെ കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയിട്ട് UTI ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ലോൺസ് അഡ്വാൻസസ് ഒക്കെ ഇൻവെസ്റ്റേഴ്സിന് ഗ്രാൻഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇറ്റ് പ്രൊവൈഡ് മർച്ചൻറ്റ് ബാങ്കിങ് ഫെസിലിറ്റീസ്, അതേപോലെ അഡ്വൈസറി സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ, ലീസിങ് ഹയർ പർച്ചേസ് ബിസിനസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ബൈ ഓർ സെൽ ഫോറിൻ കറൻസി, പിന്നെ ഫോർമുലേറ്റ് ദ യൂണിറ്റ് സ്കീം, ഇൻഷുറൻസ് പ്ലാനുകൾ GIC-യുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇൻവെസ്റ്റ് ഇൻ any security flooded by the RBI or foreign bank. ഫോറിൻ ബാങ്കിലേക്ക് സെക്യൂരിറ്റീസിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റും UTIയിലൂടെ ചെയ്യാവുന്നതാണ്.
ഇതാണ് മെയിനായിട്ട് യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി നമുക്ക് നോക്കാനുള്ളത് യു ടി ഐയുടെ മാനേജ്മെൻറ്റും അതേപോലെ തന്നെ ക്യാപിറ്റലുമാണ്. യു ടി ഐയുടെ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ജനറൽ സുപ്പീരിയൻറ്റൻസ് ആണ്. അവിടെ ഡയറക്ഷൻ ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് ദ ട്രസ്റ്റ് എന്ന് പറയുന്നത് ഒരു ബോർഡ് ഓഫ് ട്രസ്റ്റിയുടെ കീഴിലാണ്. ഈ ബോർഡ് ഓഫ് ട്രസ്റ്റിയിൽ ഒരു ചെയർമാൻ ഉണ്ടായിരിക്കും. ചെയർമാൻ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ബോർഡ് തന്നെയാണ്. കൂടാതെ 4 ട്രസ്റ്റീസ് ഉണ്ടായിരിക്കും. ആ 4 ട്രസ്റ്റീനെ നോമിനേറ്റ് ചെയ്യുന്നത് RBI ആണ്. പിന്നെ 1 ട്രസ്റ്റി നോമിനേറ്റ് ചെയ്യുന്നത് LIC ആണ്. പിന്നെ മറ്റൊരു ട്രസ്റ്റിയെ നോമിനേറ്റ് ചെയ്യുന്നത് സ്റ്റേറ്റ് ബാങ്കും ആണ്. ഇത് കൂടാതെ 2 ട്രസ്റ്റീനെ കോൺട്രിബ്യൂട്ടിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എലക്ട് ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ RBIക്ക് എൻപവേർഡ് ടു അപ്പോയിൻറ്റ് ആൻ എക്സിക്യൂട്ടീവ്. RBIക്ക് ഒരു എക്സിക്യൂട്ടീവിനെ അപ്പോയിൻറ്റ് ചെയ്യാനുള്ള ഒരു പവർ കൂടെ ഉണ്ട്. ദർ ഈസ് ആൾസോ ആൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി. പിന്നെ ഡെയിലി അഫയേഴ്സും മാറ്റേഴ്സും ഒക്കെ ഡീൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂടെ ഉണ്ട്. ഇതാണ് UTIയുടെ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ദെൻ UTIയുടെ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ മെയിനായിട്ട് അവിടെ ഇങ്ങനെ ഇനീഷ്യൽ ക്യാപിറ്റൽ പബ്ലിക് സെക്ടർ ആയിട്ടാണ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഒരു ഇനീഷ്യൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 5 crore 5 കോടിയാണ് 1964 അത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരുന്നത്. അതിൻ്റെ മെയിൻ കോൺട്രിബ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത് ഷെഡ്യൂൾഡ് ബാങ്കും റിസർവ് ബാങ്കും LIC അതായത് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷനും അതേപോലെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അതർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ആയിരുന്നു. ഇതോട് ഒപ്പം തന്നെ ഇത് പെയ്ഡപ്പ് ക്യാപിറ്റൽ എന്നുള്ള രീതിയിൽ ഫണ്ട് റേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ഇങ്ങനെ യൂണിറ്റ് സെയിൽ ചെയ്തുകൊണ്ടാണ് ഫണ്ട് മൊബിലൈസ് ചെയ്തത്. അങ്ങനെ യൂണിറ്റ് സെയിൽ ചെയ്യുന്ന സമയത്ത് ഫേസ് വാല്യൂ 10 രൂപയാണ്. നെക്സ്റ്റ് വൺ വരുന്നത് UTIയുടെ സബ്സിഡിയറീസ് ആണ്. UTIയുടെ സബ്സിഡിയറിയിൽ വരുന്നത് ആക്സിസ് ബാങ്ക്, അതേപോലെ യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസറി, UTIയുടെ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി, അതേപോലെ UTIയുടെ ഇൻവെസ്റ്റേഴ്സ് സർവീസ് ലിമിറ്റഡ്, UTIയുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ്, അതേപോലെ തന്നെ UTIയുടെ സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ലിമിറ്റഡ്. ഇത്രയാണ് UTIയുടെ സബ്സിഡിയറീസ് ആയിട്ട് വരുന്നത്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആ പേരൊന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് അതോരോന്നും എന്നാണ് എസ്റ്റാബ്ലിഷ് ചെയ്ത് അങ്ങനെ ഒന്ന് പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. ഇപ്പോൾ ആക്സിസ് ബാങ്ക് ആണെന്നുണ്ടെങ്കിൽ UTIനെയാണ് ഫോം ചെയ്തിരിക്കുന്നത്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അലോ ചെയ്തിട്ടുള്ള ഒരു പ്രൈവറ്റ് പ്ലെയേഴ്സ് എന്നുള്ള രീതിയിലാണ്. അവിടെ സ്പോൺസർ അഡ്മിനിസ്ട്രേറ്റർ എന്നൊക്കെ പറയുന്നത് അവിടെ ഇങ്ങനെ UTI തന്നെയാണ്. അതേപോലെ തന്നെ ലൈഫ് ഇൻഷുറൻസും GICയുടെയൊക്കെ ഒരു പാർട്ടിസിപ്പേഷൻസ് ഒരു സബ്സിഡിയറീസ് എന്നുള്ള രീതിയിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ് ആക്സിസ് ബാങ്ക്. പിന്നെ അതിന് ആക്സിസ് ബാങ്ക് ഇപ്പോൾ അത് UTIയുടെ അണ്ടർ കൺട്രോളിൽ മാത്രം വർക്ക് ചെയ്യുന്നതാണ് കേട്ടോ. നെക്സ്റ്റ് വൺ വരുന്നത് യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ദെൻ അനദർ UTI അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി, അതേപോലെ തന്നെ UTI സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ലിമിറ്റഡ്, UTI ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ്, UTI ഇൻവെസ്റ്റേഴ്സ് സർവീസ് ലിമിറ്റഡ്. ഇത്രയാണ് UTIയുടെ സബ്സിഡിയറീസ് വരുന്നത്. താങ്ക് യു.